താങ്ക് യു ഓൾ. നമസ്കാരം. IFBHന്റെ 459 ദിനമാണിന്ന്. ഈ വെബിനാർ സെഷൻ തുടങ്ങിയിട്ട് 459 ദിവസം 459 ദിനം. ഇല്ല സർ, 459 459 അത് തെറ്റിപ്പോയതാ. 459 459 ദിനമാണ് ഇന്ന്. അപ്പോൾ ഈ ദിനത്ത് നമ്മുടെ മലയാള സെഷൻ ഇവിടെ തുടങ്ങുകയാണ്. 1 മിനിറ്റ് നമുക്ക് മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം ഈ വേദിയിൽ നമുക്കായി എത്തിയിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഹോമിയോപ്പതിക് ഡോക്ടറായ ഡോക്ടർ പൊതുവാളാണ്. അതായത് ജഗദീശൻ ലക്ഷ്മൺ എന്ന ഡോക്ടർ പൊതുവാൾ. ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വേദിയിൽ ഇതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രസന്റേഷൻ നടത്തിയ ഡോക്ടർമാരിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് സമയം വിളിച്ചാലും ഓടിയെത്തി ഒരു പ്രസന്റേഷൻ. ഇന്ന് രാവിലെ ഏകദേശം ഒരു 10 മണിക്ക് ശേഷമാണ് ഞാൻ ഡോക്ടർ പൊതുവാളിനെ വിളിക്കുന്നത്. കാരണം അതുവരെ എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ലായിരുന്നു. കാരണം ഇന്നലത്തെ ചർച്ച തന്നെ തുടരണോ അതോ മറ്റെന്തെങ്കിലും. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് പുതിയ സബ്ജക്റ്റിലോട്ട് തന്നെ വീണ്ടും പോയത്. ഒരു 10 മിനിറ്റ് ഞാൻ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് 10 മിനിറ്റിനകം സബ്ജക്റ്റ് തന്നു. അതാണ് ഡോക്ടർ പൊതുവാൾ എന്ന ജഗദീഷ് കൃഷ്ണൻ. ഹോമിയോപ്പതിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായ നമ്മുടെ മ്യാസം തിയറി. അപ്പോൾ ഈ മ്യാസം തിയറിയെക്കുറിച്ച് വളരെ നമ്മൾ പല രീതിയിലാണ് അതിനെ പഠിച്ചിരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിമർശനാത്മക സ്വഭാവത്തോടു കൂടിയാണ് ഡോക്ടർ പൊതുവാൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും തികച്ചും ഒരു നല്ല അനുഭവമായിരിക്കും. കാരണം മ്യാസത്തെ എങ്ങനെ ലഘൂകരിച്ച് മനസ്സിലാക്കാം എന്നതിൻ്റെ ഏറ്റവും ഒരു ലളിതമായ ഉദാഹരണം കൂടിയാണ് ഡോക്ടർ പൊതുവാൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ഒരു വെബിനാർ സെഷൻ. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഈ വെബിനാറിന് കറക്റ്റ് സമയത്ത് തന്നെ നേരത്തെ തന്നെ ഇവിടെ എത്തിയ ഡോക്ടർ ജഗദീഷ് ലക്ഷ്മണന് ഒരിക്കൽ കൂടി ഈ വേദി വിട്ട് നൽകിക്കൊണ്ട് സ്വാഗതം പറയുകയാണ്. എനിക്ക് തുടങ്ങാം. ഒന്ന് കോ-ഹോസ്റ്റ്. ഓക്കെ. IFBHന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, മറ്റു ഡോക്ടർമാരെ, പൊതുജനങ്ങളെ, നമ്മളിത് എൻ്റെ 4ാമത്തെ സെക്ഷനാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ധനേഷ് ഡോക്ടർ ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതൊരു മയാസം എന്ന് പറയുന്നത് നമ്മളൊരു ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. കാരണം അതൊരു ഇപ്പോഴും ഒരു സിദ്ധാന്തമായി നിലനിൽക്കുന്ന ഒരു ഹോമിയോപ്പതിയുടെ ഒരു സബ്ജക്റ്റാണ്. ഒരു വളരെ വലിയൊരു സബ്ജക്റ്റാണ്. ഇതെങ്ങനെയാണ് ലളിതമായി കൊണ്ടുപോകേണ്ടതെന്നതിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. എങ്കിലും നമുക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അതിൽ ചിലപ്പോൾ തെറ്റുകളുണ്ടാവാം, അല്ലെങ്കിൽ ചില സംശയങ്ങളുണ്ടാകാം. അതൊക്കെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വിഷയം അവതരിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സീനിയറായ ഡോക്ടർമാരുണ്ട്, അവർ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസിക്കൽ മയാസങ്ങൾ, അതായത് ഹോമിയോപ്പതിയുടെ മയാസങ്ങൾ എന്നൊരു കൺസെപ്റ്റ് ആദ്യമായി ഡോക്ടർ സാമുവൽ ഹാനുമാൻ കൊണ്ടുവന്നതിന് ശേഷം അത് നിരന്തരമായ പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഡോക്ടർ സാമുവൽ ഹാനുമാൻ കൊണ്ടുവന്ന അതേ മയാസം കൺസെപ്റ്റ് തന്നെ പല പല ഹോമിയോപ്പതി സൈദ്ധാന്തികരും ഡോക്ടർമാരും അവരുടേതായ രീതിയിൽ അതിനെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്, ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആധുനിക മയാസം കൺസെപ്റ്റ് എന്ന് പറയുന്നതിന് മുമ്പേ എന്താണ് ക്ലാസിക്കൽ മയാസം കൺസെപ്റ്റ്, ഡോക്ടർ സാമുവൽ ഹാനുമാൻ മുന്നോട്ട് വെച്ച ആ കൺസെപ്റ്റും പഴയകാല ഹോമിയോപ്പതി ഡോക്ടർമാർ മുന്നോട്ട് വെച്ച ആ കൺസെപ്റ്റ് എന്താണ് എന്നാണ് ഞാൻ ഇന്നത്തെ സെക്ഷനിൽ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഗം 2 അതിൻ്റെ ആധുനിക കൺസെപ്റ്റിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. To understand the theory,
വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഹിസ്റ്ററി എന്നാണ്. അപ്പോൾ എന്താണ് ചരിത്രം എന്നറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സബ്ജക്റ്റ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിന് ആമുഖമായിട്ട് പറയാനുള്ളത് 12 വർഷത്തെ ഏറ്റവും കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായി 1828 ഡോക്ടർ സാമുവൽ ഹാനുമാൻ തൻ്റെ ക്രോണിക് ഡിസീസസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. മയാസങ്ങൾ വിട്ടുമാറാത്ത സ്വഭാവമുള്ള എല്ലാ രോഗങ്ങൾക്കും പ്രത്യേകിച്ച് ഉത്തരവാദികളാണെന്നും പൊതുവെ എല്ലാ രോഗങ്ങൾക്കും അടിത്തറയോ അടിസ്ഥാനമോ ഉണ്ടാക്കുന്നു എന്നും ഡോക്ടർ സാമുവൽ ഹാനുമാൻ പ്രഖ്യാപിച്ചു. ഇപ്പോഴത്തെ പോലെ പണ്ടും മിക്ക ഹോമിയോപ്പതി ഡോക്ടർമാരും ഈ സിദ്ധാന്തത്തെ പൊതുവെ അവിശ്വാസത്തോടെയാണ് കണ്ടിരുന്നത്. അതേസമയം നല്ല അറിവുള്ളവർ മയാസം എന്ന വിഷയത്തെ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എന്നാൽ പലരും അവരുടേതായ രീതിയിൽ മയാസം വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും അവയൊന്നും പൂർണ്ണമായിരുന്നില്ല. അതിനാൽ ഈ മഹത്തായ ആശയം ഇപ്പോഴും പൊതുസമൂഹത്തിന് അപ്രാപ്യവും ഒരു അത്ഭുതവും ആയി തുടരുന്നു എന്നുള്ളതാണ് ആമുഖമായി പറയാനുള്ളത്. ഹാനുമാൻ ക്രോണിക് ഡിസീസസ് എന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം അദ്ദേഹത്തിന്റെ അത്രയും വിശ്വസ്തരായ ശിഷ്യന്മാരെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. ഇതിന് കാരണം ഈ മയാസം സിദ്ധാന്തം വ്യക്തമായി മനസ്സിലാക്കാതെ ഹോമിയോപ്പതി സമൂഹത്തിൽ നിന്ന് പോലും പ്രതികൂല പ്രതികരണങ്ങൾ അദ്ദേഹം പ്രതീക്ഷിച്ചു എന്നതാണ്. എങ്കിലും എല്ലാ വിമർശനങ്ങളും ഉണ്ടായിട്ടും ഡോക്ടർ സാമുവൽ ഹാനുമാൻ ഈ ആശയത്തിൽ ഉറച്ചു നിൽക്കുകയും മയാസങ്ങളുടെ കണ്ടെത്തലിനെ ഏറ്റവും വലിയ കണ്ടെത്തലെന്നും മഹത്തായതാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. സമാനതാ സിദ്ധാന്തത്തിനേക്കാൾ മയാസങ്ങളുടെ കണ്ടെത്തലാണ് ഏറ്റവും മഹത്തായ കണ്ടെത്തലായി ഡോക്ടർ സാമുവൽ ഹാനുമാൻ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് പലർക്കും ഈ കണ്ടെത്തൽ ശരിയായി മനസ്സിലായിട്ടില്ല. അതിനാൽ ഈ കണ്ടെത്തലിൽ നിന്ന് കൃത്യമായ ഒരു നേട്ടം പ്രാക്ടീസിൽ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ അനുയായികൾ എന്ന് വിളിക്കപ്പെടുന്നവർ അത് ആത്മാർത്ഥമായി പഠിപ്പിക്കില്ല എന്ന് പോലും അദ്ദേഹം പ്രവചിക്കുകയുണ്ടായി. ഈ മഹത്തായ കണ്ടെത്തലിനെ യുക്തിസഹമായ രീതിയിൽ വിശദീകരിക്കാനുള്ള ശ്രമവും അതിലെ തെറ്റായ നിരീക്ഷണങ്ങളെ തള്ളിക്കളയാനുള്ള ആർജവുമാണ് ഈ ക്ലാസ് സീരീസിന്റെ കാതൽ എന്ന് പറയുന്നത്. മയാസങ്ങൾ പഴയകാല ചിന്തകൾ. മയാസം എന്ന വാക്കിന്റെ അർത്ഥം ഒരു മേഘം അല്ലെങ്കിൽ മൂടൽമഞ്ഞ് എന്നാണ്. ഹോമിയോപ്പതിയിൽ അത് ഒരു അദൃശ്യ രോഗകാരണ വസ്തുവാകാം, അല്ലെങ്കിൽ ഒരു ദോഷകരമായ സ്വാധീനമാകാം, അല്ലെങ്കിൽ പകർച്ചവ്യാധിയാകാം. ഇത് ജീവജാലത്തിന്റെ പ്രവേശനത്തിന് ശേഷം ജീവശക്തിയെ മറികടന്ന് ഒരു പ്രത്യേക രോഗം സൃഷ്ടിക്കുന്നു. ചലനാത്മകവും രോഗം ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഘടകങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും മരണത്തിന്റെയും ഉറവിടമാണ് മയാസങ്ങൾ എന്ന് പറയുന്നത്. ആയുർവേദത്തിലെ ത്രിദോഷ സിദ്ധാന്തത്തിന് സമാനമായ ഒരു കൺസെപ്റ്റ് തന്നെയാണ് മയാസം. എല്ലാ രോഗങ്ങളുടെയും, അത് അക്യൂട്ട് ഡിസീസുകൾ, അതായത് ആഗന്തുക ഡിസീസുകളായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിജരോഗങ്ങളായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് മയാസങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു രോഗിയിൽ ഒരു രോഗം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മയാസങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ രോഗങ്ങളുടെയും ഉത്ഭവം 100% മയാസം ആണെന്ന് കണക്കുകൂട്ടിയാൽ 85% കാരണം സോറ എന്നാണ് ഡോക്ടർ സാമുവൽ ഹാനുമാൻ സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ള 15% രോഗങ്ങളും സിഫിലിറ്റിക് അല്ലെങ്കിൽ സൈക്കോട്ടിക് ആയിരിക്കാം. ഇത് രണ്ടും അടിച്ചമർത്തപ്പെട്ട സിഫിലിസിൽ നിന്നോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഗൊണോറിൽ നിന്നോ ആണ് ഉണ്ടാകുന്നത്. കെന്റിൽ നിന്നും വ്യത്യസ്തമായി ഡോക്ടർ സാമുവൽ ഹാനുമാൻ ഈ 2 മയാസങ്ങളുടെ ലൈംഗിക സ്വഭാവം കാര്യമായി വിവരിച്ചിരുന്നില്ല. ഡോക്ടർ കെന്റ് ഇത് കൂടുതൽ വ്യക്തമായി വിവരിച്ചിരിക്കുന്നു. കൃത്യമായ നിരീക്ഷണത്താൽ ഓരോ മയാസത്തിന്റെയും പ്രധാന സ്വഭാവ സവിശേഷതകൾ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയും. പ്രധാനമായും 3 മയാസങ്ങൾ എന്നാണ് ഡോക്ടർ സാമുവൽ ഹാനുമാൻ വിവരിച്ചിരിക്കുന്നത്. അതിലൊന്ന് സോറ, 2 സിഫിലിസ്, 3 സൈക്കോസിസ്. യഥാർത്ഥ ക്രോണിക് മയാസങ്ങൾ രോഗങ്ങളുടെ ഗതിയെ പരിഷ്കരിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് സ്ഥിരമായ ഒരു മുൻതൂക്കം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അവ ചിലപ്പോൾ പകർച്ചവ്യാധികളിൽ നിന്ന് ഉരുത്തിരിയുന്നു. ഇത് മയാസ്മാറ്റിക് അവസ്ഥ അഥവാ ഡയാത്തസിസ് സൃഷ്ടിക്കുന്നു. ഏറ്റവും ശക്തമായ ആരോഗ്യ, മാനസിക, ശാരീരിക ഘടനയോ ആരോഗ്യകരമായ ജീവിതശൈലിയോ മികച്ച ഭക്ഷണക്രമമോ ഇല്ലെങ്കിൽ വിട്ടുമാറാത്ത മയാസങ്ങളെ ഇല്ലാതാക്കാൻ ജീവശക്തിക്ക് ഒരിക്കലും കഴിയില്ല. ഡോക്ടർ സാമുവൽ ഹാനുമാൻ കുറച്ചുകൂടി ഭൗതികമായ മയാസം സങ്കല്പമാണ് മുന്നോട്ട് വച്ചതെങ്കിലും ഡോക്ടർ കെന്റും ശേഷം വന്ന ഹോമിയോപ്പതി ചിന്തകരും മയാസത്തെ രോഗിയുടെ പാരമ്പര്യ മാനസിക തലങ്ങളിൽ കൂടി കൂടുതൽ ഊന്നൽ നൽകുകയും മയാസത്തെ
പഴക്കമുള്ള മനോശാരീരിക അസുഖങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ വേണ്ട രീതിയിൽ പാകപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ഇതിൽ ജീവശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു നമ്മൾ പഴയ കാലത്ത് ഉദ്ദേശിക്കുന്നത് ഒരു വൈറ്റൽ ഫോഴ്സ് എന്നല്ല. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും, ശരീരം മനസ്സ് ഇതിനെ രണ്ടിനെയും യോജിപ്പിക്കുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഇവ രണ്ടും കൃത്യമായി ഒരു സിങ്ക്രോണൈസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ജീവശക്തി എന്ന് പറയുന്നത്. അപ്പോൾ 3 മയാസങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോറ, സിഫിലിസ്, സൈക്കോസിസ്, ഇങ്ങനെ 3 അന്ന് ഡോക്ടർ സാമൂഹ്യന്മാൻ ഹാനുമാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിവിധ അസുഖങ്ങളെ വെച്ചാണ് ഡോക്ടർ സാമൂഹ്യന്മാൻ ഇത്തരം ഒരു സിദ്ധാന്തത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് സോറ എന്ന് നമുക്ക് പരിശോധിക്കാം. സോറ എന്ന് പറയുന്നത് ഡോക്ടർ സാമൂഹ്യന്മാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പുരാതനമായ മയാസമാണ് സോറയെന്നും മുൻകാലങ്ങളിൽ വിവിധ തരം ചർമ്മരോഗങ്ങളുടെ അടിച്ചമർത്തലുകളിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്നും ഡോക്ടർ സാമൂഹ്യന്മാൻ അവകാശപ്പെട്ടു. അതായത് ചുണങ്ങ്, ചൊറിച്ചിൽ, സ്കാബിസ്, കുഷ്ഠം, സോറിയാസിസ് ഇവ പൂർവികർ അല്ലെങ്കിൽ സ്വന്തം കുട്ടിക്കാലത്ത് അടിച്ചമർത്തുന്നത്, പ്രത്യേകിച്ചും പുറമെ ഉപയോഗിക്കുന്ന തൈലങ്ങളുടെ ഉപയോഗത്തിലൂടെ ചെയ്യുന്നതാണ് സോറയുടെ പ്രധാന കാരണം എന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. അതായത് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, ചെറുതായി നമുക്ക് ചെറിയ പ്രായങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരോ ചില രോഗങ്ങളെ നമ്മൾ എന്ന് പറഞ്ഞാൽ ആന്തരികമായ രോഗങ്ങളെ ബാഹ്യമായ ലേപനങ്ങൾ കൊണ്ട് അടിച്ചമർത്തുന്നത് മൂലമാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഡോക്ടർ സാമൂഹ്യന്മാൻ വിവരിച്ചിരിക്കുന്നത്. സോറിയാസ് ആയിക്കോട്ടെ, സ്കാബിസ് ആയിക്കോട്ടെ, അത്തരം രോഗങ്ങളെ നമ്മൾ ലേപനങ്ങൾ, അന്നത്തെ കാലത്ത് വ്യാപകമായി ലേപനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. മിക്ക രോഗങ്ങളുടെയും പുറമേ കാണുന്ന ലക്ഷണങ്ങളെ ഇത്തരം ലേപനങ്ങൾ ഉപയോഗിച്ച് തൃപ്തിപ്പെടുത്തുകയും അല്ലെങ്കിൽ തൽക്കാലം കുറക്കുകയും അതേസമയം ഈ രോഗങ്ങൾ ഉള്ളിലേക്ക് ഉൾവലിയുകയും പിന്നീട് ഗുരുതരമായ മറ്റു രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സോറയുടെ അടിസ്ഥാനം. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരാശിയെ രൂപഭേദം വരുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഏറ്റവും പുരാതനവും സാർവത്രികവും വിനാശകരവുമോ എന്നാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുമായ വിട്ടുമാറാത്ത മയാസ്മാറ്റിക് രോഗമാണ് സോറ എന്നാണ് ഡോക്ടർ സാമൂഹ്യന്മാൻ എഴുതിയിരിക്കുന്നത്. അതായത് കൂടാതെ അവിശ്വസനീയമാം വിധം വിവിധതരം വിട്ടുമാറാത്ത രോഗങ്ങളുടെ അമ്മയാവുകയും ചെയ്യുന്നു എന്നാണ് സോറയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കെന്റ് തൻ്റെ പ്രഭാഷണങ്ങളിൽ ഈ സിദ്ധാന്തത്തെ വളരെയധികം വലുതാക്കുകയുണ്ടായി. മറ്റെല്ലാ രോഗങ്ങളുടെയും അടിത്തറയാണ് സോറ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. സോറ ഇല്ലാത്ത മനുഷ്യർ ഏദൻ തോട്ടത്തിൽ എന്ന പോലെ മനസ്സിലും ശരീരത്തിലും ശുദ്ധവും ആരോഗ്യകരവുമായിരിക്കും എന്നാണ് കെന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം സോറയെ മനുഷ്യന്റെ പതനം, യഥാർത്ഥ പാപബോധം എന്നിവയുമായി ബന്ധിപ്പിച്ചു. വളരെ ധാർമ്മികമായ ഈ വെളിച്ചത്തിൽ അദ്ദേഹം സോറയെ അവതരിപ്പിക്കുകയും പിന്നീട് വന്ന ലൈംഗിക അപകർഷതകളുടെ അടിത്തറയാക്കുകയും ചെയ്തു. സോറ എന്ന വാക്കിന് ചൊറിച്ചിൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ലൈംഗിക രോഗങ്ങളല്ലാത്ത വിട്ടുമാറാത്ത രോഗങ്ങളെല്ലാം സോറിക്കാണെന്ന് ഡോക്ടർ സാമൂഹ്യന്മാൻ അഭിപ്രായപ്പെട്ടു. അതിൽ വിട്ടുമാറാത്ത സ്വഭാവമുള്ള മിക്ക രോഗങ്ങളും, എല്ലാ ചർമ്മരോഗങ്ങളും, സിഫിലിസ് ഒഴികെയുള്ള മിക്ക മാനസിക രോഗങ്ങളും, അലർജികളും, വാരിക്കോസ് വീനുകൾ, ഹിമറോയിഡുകൾ, അവയവങ്ങളുടെയും സിസ്റ്റങ്ങളുടെയും പ്രവർത്തനരഹിതമായ രോഗങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. ചിലപ്പോൾ ഒരേ രോഗങ്ങൾ തന്നെ ഈ 3 മയാസത്തിൽ കണ്ടേക്കാം. അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. സോറയെ അപര്യാപ്തതയുടെ മയാസം എന്ന് വിളിക്കാറുണ്ട്. മനുഷ്യരിലും മൃഗങ്ങളിലും ചർമ്മത്തിലൂടെ അസുഖം വ്യാപിക്കുന്നതായി ഹാനുമാൻ നിർണയിച്ചു. ചർമ്മത്തിന്റെ ചൊറിച്ചിലായി സോറ ആരംഭിക്കുകയും വളരെ പകർച്ചവ്യാധിക്കുകയും ചെയ്യുന്നു. സോറ ബാധിച്ച വ്യക്തിയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ തലപ്പാവുമായുള്ള ഒരൊറ്റ സ്പർശം അല്ലെങ്കിൽ സമ്പർക്കം അർത്ഥമാക്കുന്നത് ആ വ്യക്തിക്ക് രോഗവുമായി ബന്ധപ്പെടാമെന്ന് ഹാനുമാൻ കണ്ടെത്തി. അതായത് ആദ്യമായി രോഗാണുക്കളെ കുറിച്ചുള്ള ഒരു തിയറി ഡോക്ടർ സാമൂഹ്യന്മാൻ കണ്ടെത്തുന്നത് ഈ സോറ എന്ന മയാസത്തിലൂടെയാണ്. എല്ലാ രോഗങ്ങളും യുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സോറ എന്ന മയാസം നമ്മുടെ മനുഷ്യരിൽ ഉള്ളതാണ് എന്നാണ് ഡോക്ടർ സാമൂഹ്യന്മാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും ഗർഭാവസ്ഥയിൽ സോറ കൈമാറ്റം ചെയ്യുന്നതിനും അമ്മയിൽ നിന്നുള്ള ജനനപ്രക്രിയക്കും വിധേയമാവുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഡോക്ടർ ഹാനുമാന്റെ കാലത്ത് ഇത്തരം പകർച്ചവ്യാധികളൊന്നും കണ്ടെത്തിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അന്ന് എങ്ങനെയാണ് ഈ രോഗാണുക്കൾ കണ്ടെത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് പകരുന്നത് എന്നറിയില്ലെങ്കിൽ പോലും, അന്ന് മെഡിക്കൽ സമൂഹത്തിന് അറിയില്ലേ പോലും ഡോക്ടർ ഹാനുമാന് ചില സൂചനകൾ അതിലുണ്ടായിരുന്നു. അദ്ദേഹം ഇത്തരം പകർച്ചവ്യാധികളെയും ഇതിന്റെ രോഗാണുക്കളെയൊക്കെ സോറ മയാസത്തിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്.
സമ്പർക്കത്തിന് ശേഷം ഇത് ചർമ്മത്തിലൂടെ അകത്ത് കയറി ശരീരത്തിലുടനീളം നാഡീവ്യവസ്ഥ വഴി ഉടൻ പകരുന്നു. എല്ലാ മനുഷ്യർക്കും സോറ ഉണ്ടാവുന്നു. ഇത് എല്ലാ വിട്ടുമാറാത്ത രോഗങ്ങളുടെയും അമ്മയായി കണക്കാക്കപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും സോറ ഉണ്ടാകുമെന്നതിനാൽ ഇത് വിട്ടുമാറാത്ത മനുഷ്യരോഗങ്ങളുടെയും ഏറ്റവും വലിയ ശതമാനത്തിന് ഇത് കാരണമാവുന്നു. ഇക്കാരണത്താൽ ഹാനിമാൻ സോറയെ ജലതലയുള്ള രാക്ഷസൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ചർമ്മരോഗങ്ങളായ സോറിയാസിസ്, എക്സിമ, അലർജി, ആസ്മ എന്നിവ വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ തന്നെ ആസ്മ ചിലപ്പോൾ സൈക്കോട്ടിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ എങ്കിൽ പോലും നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന അലർജി, ആസ്മ, ചർമ്മരോഗങ്ങൾ, അതുപോലെ തന്നെ സാധാരണ കാണുന്ന അക്യൂട്ടായിട്ട് കാണുന്ന പകർച്ചവ്യാധികൾ, ഇതൊക്കെ സോറയിലേക്കാണ് ഡോക്ടർ സാൽമാൻ വേർതിരിച്ചിരിക്കുന്നത്. അതായത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട അന്ന് കാലത്ത് കണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഉടനീളം വ്യാപകമായി, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചർമ്മരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചികിത്സ എടുക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞാൽ സ്റ്റിറോയിഡ് ഓയിൻമെന്റുകളോ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇത് അകത്തേക്ക് ആക്കാറുണ്ട്. ചെറിയ പ്രായത്തിൽ വന്ന നമുക്കറിയാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ആസ്മയും എക്സിമയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഇന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അതിന്റെ പാത്തോഫിസിയോളജിയൊക്കെ നമുക്ക് വ്യക്തമാണ്. ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ സാമുവൽ ഹാനിമാൻ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ എഴുതുകയും നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഒരു അത്ഭുതകരമായ ഒരു വസ്തുത. അമർച്ച ചെയ്യപ്പെട്ട സ്രവങ്ങൾ, ചൊറിച്ചിൽ, ചർമ്മരോഗങ്ങൾ, എക്സിമ, സോറിയാസിസ്, മറ്റ് ചർമ്മാവസ്ഥകൾ എന്നിവയൊക്കെ ഈ സോറയിൽ ഉണ്ടാകാം. ചിലപ്പോൾ വളരെ അക്രമാസക്തമായി വെസിക്കളോട് കൂടിയോ അല്ലാതെയോ ചർമ്മം ചൊറിച്ചിലും വരണ്ടുമായിരിക്കും. ചിലപ്പോൾ വൃത്തികെട്ട രൂപവും സ്രവങ്ങളിൽ നിന്ന് ദുർഗന്ധവും ഉണ്ടാവും. സന്ധിവീക്കം, സന്ധിവാദം എന്നിവയുടെ ലക്ഷണങ്ങളും സോറയിലുണ്ട്. സോറി വ്യക്തിക്ക് പലപ്പോഴും വിട്ടുമാറാത്ത ചെവി അണുബാധ ഉണ്ടാകാം. എന്നാൽ അതേസമയം തന്നെ സിഫിലിസിലും ഇതൊക്കെ ഉണ്ടാകാം. അവർക്ക് ഹേ ഫീവർ, അലർജികൾ, സൈനസ് അണുബാധകൾ, ആസ്മ എന്നിവ ഉണ്ടാകാം. ഇവ തണുത്ത അല്ലെങ്കിൽ തുറന്ന സ്ഥലത്ത് കൂടുതലാകുന്നു. ഏതു തരത്തിലുള്ള ചൂടും സോറയ്ക്ക് നല്ലതാണ്. അസിഡിറ്റി, മലബന്ധം, അപസ്മാരം, വായുവിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഇത്തരം രോഗങ്ങളൊക്കെ ഈ മയാസമുള്ള രോഗികൾക്ക് ഉണ്ടാകുന്നു. നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സോറ, സിഫിലിസ്, സൈക്കോസ് ഇങ്ങനെ 3 തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾ വേർതിരിച്ചാൽ പോലും ഒരു മനുഷ്യൻ പൂർണ്ണമായും സൈക്കോട്ടിക് ആണെന്നോ പൂർണ്ണമായും സിഫിലിറ്റിക് ആണെന്നോ പൂർണ്ണമായും സോറിക് ആണെന്നോ പറയാൻ കഴിയില്ല. ഇതെല്ലാം ഇടകലർന്നാണ് മനുഷ്യരുണ്ടാവുക. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇവയിൽ ഒന്ന് മുന്നോട്ട് വരികയും മറ്റു മയാസങ്ങൾ പിന്നിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രോഗിയിൽ തന്നെ ചിലപ്പോൾ ഈ 3 മയാസത്തിന്റെയും രോഗങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് തന്നെ കണ്ടേക്കാം. മാനസിക വൈകാരിക തലത്തിൽ സോറയ്ക്കൊരു മാനസികാവസ്ഥയുണ്ട്. അതിനാലാണ് ഇതിനെ ചൊറിച്ചിൽ മനസ്സ് എന്ന് വിളിക്കുന്നത്. രാത്രി ഉത്കണ്ഠയും വിശപ്പും ഉണ്ട്, സമ്മർദ്ദം, ഉത്കണ്ഠ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരം രോഗികളിൽ ഈ സോറിക് രോഗികളുണ്ടാവും. അതായത് അവരുടെ മാനസികവും ശാരീരികവുമായ പ്രത്യേകതകളുണ്ട്. ഒരു രോഗിയെ ശാരീരികവും മാനസികവുമായി അപഗ്രഥിച്ചുകൊണ്ടാണ് ഇത്തരം മയാസങ്ങളിലേക്ക് ഡോക്ടർ സാമുവൽമാൻ എത്തിച്ചത്. വെറുതെ ഒരു പുറമേയുള്ള ഒരു അവസ്ഥ മാത്രമല്ല, ആ രോഗിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു രോഗമുണ്ടാകുമ്പോൾ ഒരു സൊറിയാസിലുള്ള രോഗിയിലാണെങ്കിൽ അയാളുടെ തൊലിപ്പുറത്ത് മാത്രമല്ല അയാളുടെ മനസ്സിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ രോഗം ഉണ്ടാകുമ്പോഴും ഈ രോഗം വരുന്നതിന് മുമ്പും ഈ രോഗം വന്നതിന് ശേഷവും ആ രോഗിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ രോഗത്തിന്റെ കൂടെ തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. അല്ലാണ്ട് ഈ രോഗിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറൊരു അസുഖമല്ല എന്നുള്ളതാണ് ഇതിന്റെ നമ്മളൊരു കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ശാരീരികമായ രോഗങ്ങളുടെ കൂടെ തന്നെ മാനസികമായ ചില പ്രയാസങ്ങൾ കൂടി ഒരു പരസ്പരം ഇടകലർന്ന് തന്നെ കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ സോറിക് മയാസത്തിന് ശക്തമായ മതസ്നേഹമുണ്ട്, ദുഃഖം, ഭയം, നഷ്ടം, അതുപോലെ തന്നെ ഭ്രാന്തമായ നെഗറ്റീവ് ചിന്തകൾ, വൈകാരിക പ്രതികരണങ്ങൾ, മാറ്റത്തെ ഭയപ്പെടുക, ആരോഗ്യത്തിനെ കുറിച്ച് വേവലാതി ഉണ്ടാവുക, ദാരിദ്ര്യത്തെ ഭയപ്പെടുക, എന്നിങ്ങനെ പലതരം നിരന്തരമായ വേവലാതികൾ, നിരാശ, കുറ്റബോധം, വിഷാദം, ഇതൊക്കെ ഒരു സോറിക് രോഗിയിൽ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു രോഗിയെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മയാസങ്ങൾ ആ രോഗിയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. ആ രോഗി വരുമ്പോൾ അയാളുടെ പ്രയാസങ്ങൾ ഇപ്പോൾ എന്ന് വെച്ചാൽ മുടി, താരം നിറഞ്ഞ വരണ്ട ജഡം നിറഞ്ഞ മുടിയായിരിക്കും ഒരു സോറിക് രോഗികൾ ഉണ്ടാവുക. മുഖമാണെങ്കിൽ നീല കലർന്ന ഒരു രൂപമായിരിക്കാം. മുഖഭാവം എന്ന് പറഞ്ഞ ഒരു ഉത്കണ്ഠ, പരിഭ്രാന്തി, ഭയം. ചുണ്ടുകൾ എന്ന് പറയുന്നത് വരണ്ട നീല നിറമുള്ള ചുണ്ടുകൾ. ചർമ്മം, നഖങ്ങൾ വരണ്ടതായിരിക്കും, കട്ടിയുള്ളതായിരിക്കും. പകൽ ഈ രോഗിയുടെ രോഗങ്ങൾ വർദ്ധിക്കുന്നു. വസ്ത്രധാരണം എന്ന് പറഞ്ഞ് ഇളം നിറങ്ങൾ ധരിക്കുന്നു. വ്യക്തിത്വം എന്ന് പറയുന്നത് വാത്സല്യമുള്ള, സൗഹാർദ്ദപരമായ, കരുതലുള്ള, അനുകമ്പയുള്ള,
യാഥാസ്ഥിതികം പരിഗണനയുള്ള കടമയുള്ള ഇത്തരം ഒരുപാട് സോറിക് ആയുള്ള രോഗികളുടെ മനസ്സിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു സോറിക് രോഗി നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സോറിക് രോഗിയെ പോലെ ആയിരിക്കും അയാൾ പെരുമാറുന്നുണ്ടാവുക. എന്തുകൊണ്ട് അയാൾ സോറിക് രോഗി ആവണമെന്നില്ല. കാരണം വെച്ചാൽ ഒരുപാട് നമ്മുടെ സാഹചര്യങ്ങൾ മൂലം പല മയാസങ്ങളും അടിച്ചമർത്തപ്പെട്ടു പോകുന്നുണ്ട്. പലപ്പോഴും മരുന്നുകൾ കഴിക്കുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ പലപ്പോഴും ഈ സോറിക് രോഗിയുടെ ഹോബി എന്ന് പറയുന്നത് TV കാണുക, വീഡിയോ കാണുക, സിനിമ കാണുക, ചിലപ്പോൾ വായനയാവും, ബോർഡ് ഗെയിമുകളാവും, കാർഡുകൾ എന്നിവയായിരിക്കും. അതുപോലെ തൊഴിൽ പലപ്പോഴും കെയർ, ക്ലറിക്കൽ, നേഴ്സ് അത്തരത്തിലുള്ള ചില തൊഴിലുകളുമായി ഇത്തരം രോഗികൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. ആമാശയത്തിൽ അൾസർ, സ്കോട്ടൽ വീക്കം, മഞ്ഞപ്പിത്തം, തിമിരം, ആസ്മ, പ്ലൂറിസി അങ്ങനെ തുടങ്ങി നിരവധിയായ രോഗങ്ങൾ, പ്രമേഹത്തിൽ തന്നെ ഒരു വലിയൊരു വിഭാഗം സോറിക് രോഗത്തിന്റെ പ്രകടനങ്ങളാണ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ, അപ്പൊ ഇത്തരം രോഗങ്ങളെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ രോഗങ്ങളൊക്കെ ഏത് മയാസത്തിൽ പെട്ടതാണ്, ഏത് മയാസത്തിന്റെ പ്രകടനമാണ് എന്നുകൂടി നമ്മൾ പരിശോധിച്ചുകൊണ്ട് അതിനുള്ള മരുന്നുകൾ കൂടി നൽകുവാൻ വേണ്ടിയാണ് ഡോക്ടർ സാമു ഹനുമാൻ ഇത്തരം മയാസങ്ങളെ കുറിച്ച് കൂടുതലായി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന പ്രധാന സോറിക് പരിഹാരങ്ങൾ സൾഫം, നാട്രമോ, കാൽക്കരി കാർബ്, ആർസനിക് ആൽബം, ലൈക്കോപോഡിയം, ഫോസ്ഫറസ്, മിസേറിയം, ഗ്രാഫൈറ്റിസ്, കോസ്റ്റിക്കം, ഹെപ്പർ സൾഫ്, പെട്രോളിയം, സിലിക്ക, സിങ്ക്, സ്വർണം എന്നിവയൊക്കെയാണ് ഉൾപ്പെടുന്നത്. അതിന് വലിയൊരു ചാർട്ട് തന്നെയുണ്ട്. പ്രധാനപ്പെട്ട മെഡിസിൻസ് ഉണ്ട്, അലോസ് ഉണ്ട്, കാൽക്കരി. അപ്പൊ ഇതിലൊക്കെ തന്നെ ചില മെഡിസിൻസ് ചിലപ്പോൾ സോറിക്കലും വരാം, സൈക്കോട്ടിക് വരാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ആ രോഗിയെയും അല്ലെങ്കിൽ ആ മരുന്നിന്റെയും ഓരോ ഘടകങ്ങൾ പഠിച്ചുകൊണ്ട്, ലക്ഷണങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഒരു ഡോക്ടർ ഇത് തീരുമാനിക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സൈക്കോസിസ് എന്നുള്ളതാണ്. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ വളർച്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് സോറ എന്ന് പറയുന്നത് സ്കാബീസ് അല്ലെങ്കിൽ സോറിയാസ് പോലുള്ള രോഗങ്ങളാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സൈക്കോസിസ് എന്ന് പറയുന്നത് അരിമ്പാറകൾ, വാട്സ് എന്ന് പറയുന്നത്, അതായത് വളർച്ചകളാണ് സൈക്കോസിസ്. ഇത് മനസ്സിലും ഉണ്ടാവും, ശരീരത്തിലും ഉണ്ടാവും. ഇതാണ് ഈ രോഗത്തിന്റെ ഒരു ഏറ്റവും ആധുനികമായ കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് എന്നുള്ള രീതിയിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അതേസമയം ആദ്യ കാലഘട്ടത്തിൽ പൊതുവെ കുറച്ചും കൂടി ശരീരത്തിനെയും മനസ്സിനെയും ഒരു തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിദ്ധാന്തങ്ങളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഈ സൈക്കോട്ടിക് മയാസിന്റെ പ്രത്യേകതകൾ ശാരീരിക തലത്തിൽ സന്ധികളിലും കണക്റ്റീവ് ടിഷ്യൂകളിലും വീക്കം അല്ലെങ്കിൽ വളർച്ച, സന്ധിവാദങ്ങൾ, ആസ്മ. അതുപോലെ ആസ്മ സോറിക് മയാസത്തിലുണ്ട്, സൈക്കോസിസ് മയാസിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതേപോലെ മ്യൂക്കസ് ഡിസ്ചാർജുകൾ, അരിമ്പാറകൾ, ഇതൊക്കെ ഈ സൈക്കോട്ടിക് മയാസിൽ കൂടി വരുന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞാൽ ഒരു എക്സിമയാണെന്ന് പറഞ്ഞാൽ അത് സോറ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ സൈക്കോസിസ് ആവാം. ചിലപ്പോൾ അതിൻ്റെ സിഫിലിറ്റിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സിഫിലിറ്റി മയാസിലേക്ക് പോയിരിക്കാം. അപ്പോൾ അതുപോലെ ഇതിൽ തന്നെ ചില ഓരോ തരത്തിലുള്ള മുടിയുടെ നിറം അല്ലെങ്കിൽ ഒരാളുടെ രൂപം, അവരുടെ മുഖത്തിന്റെ രൂപം, ഇതൊക്കെ 3 മയാസത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതേസമയം ഈ 3 മയാസങ്ങളും നമുക്ക് കൃത്യമായി വേർതിരിക്കപ്പെട്ട് പല രോഗികളും കാണാൻ കഴിയില്ല. ചിലപ്പോൾ സോറയും സിഫിലിസും ചേർന്നായിരിക്കാം ചില രോഗികൾ വരിക, ചിലങ്കിൽ സോറയും സൈക്കോസും ചേർന്നാവാം. അല്ലെങ്കിൽ ഈ 3 മയാസങ്ങളും എല്ലാ രോഗികളും ഈ 3 മയാസങ്ങളും ഏറിയും കുറഞ്ഞും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അനുമാനമുള്ളത്. എങ്കിൽ പോലും ഏതെങ്കിലും മയാസങ്ങൾ അവരിൽ കൂടുതലാണെങ്കിൽ അതിന്റെ ഭാവങ്ങൾ അതിൽ കൂടുതൽ പ്രകടമായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മഴവില്ല് പോലെയാണ്. അതായത് എന്ന് വെച്ചാൽ ഇതിൽ വെള്ള എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു 7 നിറങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മളൊരു രോഗിയെ സിഫിലിസ് ആണ് എന്ന് പറയുമ്പോൾ പോലും ആ രോഗിയിൽ സൈക്കോസും സോറയും അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം പല ലൈംഗിക അതായത് ഹാനുമാന്റെ കാലഘട്ടത്തിൽ, ഡോക്ടർ സാമു ഹനുമാന്റെ വളരെ വ്യാപകമായി ഉണ്ടായിരുന്ന ഗൊണോറിയ പോലുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് സൈക്കോട്ടിക് രോഗികളാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ലൈംഗിക ശുചിത്വമൊക്കെ വന്നതോടുകൂടി പല രോഗങ്ങളും മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു സൈക്കോട്ടിക് രോഗി വരുമ്പോൾ അയാൾക്ക് ഗൊണോറിയ ഉണ്ടാകണമെന്നില്ല, പക്ഷെ അതേസമയം ഇത്തരം രോഗത്തിന്റെ മാനസികമായ തലങ്ങൾ ആ രോഗികളിൽ ഉണ്ടാവും. ഗർഭമലസൽ, ഗർഭാവസ്ഥയുമായുള്ള പല പ്രശ്നങ്ങളും സൈക്കോട്ടിക് മയാസത്തിന്റെ ഇതിൽ പെടുകയാണ്. അതുപോലെ സന്ധികളുടെ പ്രശ്നങ്ങൾ, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വീക്കം, പ്രോസ്റ്റേറ്റ് വലുതാകുക, ഇതൊക്കെ അതായത് തണുത്ത മോശമായ മഴക്കാലത്തൊക്കെ കടൽ തീരത്തൊക്കെ ഈ സൈക്കോട്ടിക് രോഗങ്ങളിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ആ രോഗങ്ങൾ
വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മാനസിക വൈകാരിക തലത്തിൽ ഇപ്പൊ നമ്മൾ സൈക്കോസിന് കാണുന്നതും സോറയിൽ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സൈക്കോസിസ് എന്ന് പറയുന്നത് പലപ്പോഴും അസൂയ, സംശയം, അത്യാഗ്രഹം ഇതൊക്കെയാണ് ഒരു സൈക്കോട്ടിക് മയാസിന്റെ പ്രത്യേകത. അതേസമയം ഒരു സിഫിലിറ്റിക് മയാസിന്റെ പ്രത്യേകത നമ്മൾ വാശി, പക എന്നുള്ളതാണ്. ഇത് വളരെ അതേ സമയം തന്നെ നമുക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ ഇത് നമ്മുടെ രോഗങ്ങളിൽ മാത്രമല്ല ഇത്തരം മയാസങ്ങൾ എന്ന് പറയുന്നത്. ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഒരു സൈക്കോട്ടിക് രോഗിയാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞാൽ അയാൾ അതിൽ നേരിട്ട് ഇടപെടില്ല ഒരു വിഷയം വരുമ്പോൾ. അതേസമയം ഒരു സിഫിലിറ്റിക് രോഗിയാണെങ്കിൽ ചിലപ്പോൾ അവിടെ കയറി അറ്റാക്ക് ചെയ്ത് കളയും. ഒരു സമൂഹത്തിൽ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ, ഒരു ബസ്സിൽ ഒരു ബഹളം നടക്കുമ്പോൾ ഒരു സൈക്കോട്ടിക് രോഗി എങ്ങനെ പെരുമാറുന്നു, ഒരു സിഫിലിറ്റിക് രോഗി എങ്ങനെ പെരുമാറുന്നു എന്നതിലേക്ക് വളരെ വ്യത്യസ്തമായ, അല്ലെങ്കിൽ ഒരു സോറിക് രോഗി എങ്ങനെ പെരുമാറുന്നതിനൊക്കെ വളരെ, അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗി എങ്ങനെ പെരുമാറുന്നതിനൊക്കെ വളരെ വ്യത്യസ്തമായ കൃത്യമായ ചില ചാർട്ടുകളുണ്ട്. അതിനനുസരിച്ചാണ് ഈ മനുഷ്യർ പെരുമാറുന്നത്. നമുക്ക് തന്നെ പറയാം, ഒരാളെ പോലെ 9 പേരുണ്ടെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സൈക്കോട്ടിക്കിലേക്ക് എടുക്കുന്ന രോഗികൾ, അത് പറഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളായി രോഗികൾ വരുന്നത് കാണാൻ കഴിയും. അല്ലെങ്കിൽ സിഫിലിറ്റിക് രോഗികൾ അതിലൊക്കെ വെച്ചാൽ ഇപ്പോൾ ഒരു സൈക്കോട്ടിക് രോഗി അയാൾ ഒരു ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അയാൾ പലപ്പോഴും വിഷമാണ് ഉപയോഗിക്കുക. അതേസമയം ഒരു സിഫിലിറ്റിക് രോഗിയാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഒരു കത്തി എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ കുത്തുക. അങ്ങനെയൊക്കെ, അതായത് അവർ അല്ലെങ്കിൽ ഒരു മറ്റൊരാളെ ആക്രമിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തുമ്പോൾ ഒരു സൈക്കോട്ടിക് രോഗി എങ്ങനെയാണ് ഒരു കൊലപാതകം നടത്തുന്നത്, ഒരു സിഫിലിറ്റിക് രോഗി എങ്ങനെയാണ് കൊലപാതകം നടത്തുന്നത് എന്നുള്ളതിനൊക്കെ, അല്ലെങ്കിൽ ഒരു പ്രേമിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിൽ എങ്ങനെയാണ് ഒരു രോഗി, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഇവർ പെരുമാറുന്നത് എന്നതൊക്കെ നമുക്ക് കൃത്യമായി നേരത്തെ തന്നെ പ്രവചിക്കാൻ കഴിയും. ഒരു സൈക്കോട്ടിക് രോഗി പറഞ്ഞ ഒരു കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മേധാവിത്വം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു വീട്ടിൽ ഒരു മേധാവിത്വം ആഗ്രഹിക്കുന്നത്, അത് ചിലപ്പോൾ സ്ത്രീ ആവാം, പുരുഷനാവാം, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ സൈക്കോട്ടിക് രോഗികളാണ്. സിഫിലിറ്റിക് രോഗി എന്ന് പറഞ്ഞാൽ അയാളോട് നമുക്ക് ചിലപ്പോൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നല്ല സ്നേഹമായിരിക്കും, പക്ഷെ അയാളോട് നമ്മൾ എപ്പോഴും ഒരു നിമിഷം നമ്മൾ അയാളോടായിട്ടൊന്ന് ഉടക്കി കഴിഞ്ഞാൽ അയാളുടെ കൃത്യമായ സിഫിലിറ്റിക് രൂപം പുറത്തേക്ക് വരും. ഇപ്പൊ നമ്മൾ പ്രണയ നൈരാശ്യം കൊണ്ട് ഒരാളെ ആക്രമിക്കുന്നതൊക്കെ അല്ലെ, പെൺകുട്ടിയെ ആസിഡ് ഒഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സിഫിലിറ്റിക് രോഗിയാണെങ്കിൽ ചിലപ്പോൾ കത്തിയെടുത്ത് കുത്തുവാണ് ചെയ്യുക. ഒരു സൈക്കോട്ടിക് രോഗിയാണ് ചിലപ്പോൾ ഒരു കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയാണ് ഒരു സൈക്കോട്ടിക്, അതായത് സൈക്കോട്ടിക് മയാസമുള്ള ഒരു രോഗി. അവിടെയൊക്കെ നമ്മൾ രോഗി എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ അതേസമയം ഒരു ക്യാൻസർ രോഗിയാണ് ചിലപ്പം ആസിഡ് ഒഴിക്കുകയാണ് ചെയ്യുക. ഇത് മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഒക്കെ വെച്ചാൽ അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെന്താണ്. ഇതൊക്കെ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു മാനസികവും ശാരീരികവുമായ വൈകാരികവുമായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഒരു ആരോഗ്യവാനായ ഒരാളാണെങ്കിൽ ഒരു പ്രണയ നൈരാശ്യം കൊണ്ട് അതൊരു വലിയ ഒരു പ്രതികാരം ഉണ്ടാകും, അവർക്കൊരു വിഷമങ്ങൾ ഉണ്ടാകും. അതേസമയം അവർ മറ്റൊരാളെ ഉപദ്രവിക്കാനൊന്നും പോവില്ല. അവരെയാണ് നമുക്കൊരു ആരോഗ്യകരമായ ഒരു ജീവൻ നയിക്കുന്ന ആളെന്ന് പറയാം. അതേസമയം ഒരു സൈക്കോട്ടിക് രോഗിയാണെങ്കിൽ തന്നെ, അതായത് തന്റെ പ്രണയത്തിന് ഭംഗം വരുത്തിയ ആളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. എല്ലാ രോഗികളും ശ്രമിക്കും. ആരോഗ്യവാനായ ഒരാൾ മാത്രമാണ് അവരെ വിട്ടുകൊണ്ട് തൻ്റെതായ ലോകത്തേക്ക് തിരിച്ചു പോവുക. അതേസമയം അല്ലെങ്കിൽ ഒന്നുകിൽ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇതൊക്കെ ചെയ്യുന്നത് ഈ രോഗികളാണ്. അപ്പൊ ഇതൊക്കെ ഓരോ മയാസത്തിലും ഓരോ രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഈ മയാസങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് പ്രവചിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു രോഗി എങ്ങനെ പെരുമാറും, നമ്മൾ ഒരാളോട്, ഈ രോഗവുമായി വന്ന ഒരാളോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ നമ്മൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൽ നിന്ന് കഴിയും. അപ്പോൾ സൈക്കോട്ടിക് മനസ്സിന്റെയും പെരുമാറ്റങ്ങളുടെ അമിതമായ സ്വഭാവത്തെ, അപ്പോൾ രഹസ്യം സൂക്ഷിക്കുക, സംശയം ഉണ്ടാവുക, അസൂയ, മനസ്സിലായില്ലേ, ഇതൊക്കെയാണ് ഈ സൈക്കോട്ട്. അപ്പൊ ഈ അസൂയകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത് പ്രതികരിക്കാൻ പറ്റാതെ ഉള്ളാവുമ്പോഴാണ് ഇവർക്ക് സ്വയം രോഗമായി മാറുന്നത്. അപ്പൊ പലപ്പോഴും നമുക്കറിയാം അത്യാഗ്രഹം ഉണ്ടാവുക, പക്ഷെ അതേസമയം പൈസ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൂടുതലായി സമ്പാദിക്കുക, അതൊരു രോഗമായി മാറുകയും അത് അവരുടെ മനസ്സിലും ശരീരത്തിലും മുഴകളായോ അല്ലെങ്കിൽ ട്യൂമറായോ മാറുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ സൈക്കോസിലേക്ക് പോകുന്നത്. ചുരുണ്ട മുടി, മീൻ നിറഞ്ഞ മണം, വൃത്താകൃതിയുള്ള മുടി. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഇതിന്റെ പൂർണ്ണമായ ഒരു വരച്ചിട്ടതുപോലുള്ള രോഗികളായിരിക്കില്ല ഒരിക്കലും വരുന്നത്. ഇത് പൂർണ്ണമായ ഒരു സൈക്കോട്ടിക് രോഗിയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ലക്ഷണങ്ങളെല്ലാം കാണിക്കുക. അല്ലാതെ പറഞ്ഞാൽ ഈ മൂന്നും ഇടകലർന്ന് വരാം, അല്ലെങ്കിൽ സൈക്കോട്ടിക് അല്പം മാത്രമേ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞാൽ ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും.
എങ്കിൽ പോലും പൂർണ്ണമായ ഒരു സൈക്കോട്ടിക് രോഗിയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന പ്രത്യേകതകൾ: ചുരുണ്ട മുടി, മീൻ നിറഞ്ഞ മണം, വൃത്താകൃതിയുള്ള മുടി കൊഴിച്ചിൽ. ഈ മീൻ നിറഞ്ഞ മണം എന്ന് പറയുന്നത് അവർ ചർമ്മം എപ്പോഴും ഒരു മണമുണ്ടാകുന്ന രീതി എന്നുള്ളതാണ്. മുഖം മഞ്ഞ കലർന്ന വട്ടമുഖമാണ്, കൂട്ടുപുരികങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ഇപ്പോഴും കൂട്ടുപുരികങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ സൈക്കോട്ടിക് രോഗിയാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല. എങ്കിൽ പോലും അമിതമായ രോമവളർച്ച, സ്വാർത്ഥത, അത്യാഗ്രഹം, അതായത് ആ രോഗിയെ നമ്മൾ ശാരീരികമായി അവരുടെ പ്രത്യേകതകൾ നോക്കുകയും അതോടൊപ്പം അവരുടെ മനസ്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ രോഗിയെ നമുക്ക് ഇന്ന ബക്കറ്റിലേക്ക് നമുക്ക് മാറ്റാം. അയാൾ ഒരു സോറിക് രോഗിയാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോട്ടിക് രോഗിയാണ്, അല്ലെങ്കിൽ ഒരു സിഫിലിറ്റിക് രോഗിയാണ്, അല്ലെങ്കിൽ ഒരു സിഫിലിറ്റിക്കും സൈക്കോട്ടിക്കും ചേർന്ന ഒരു ക്യാൻസർ രോഗിയാണ്, അല്ലെങ്കിൽ സോറയും സിഫിലിറ്റിക്കും ചേർന്ന ഒരു ട്യൂബർക്കുലർ രോഗിയാണ് എന്നൊക്കെ ഉള്ള പാത്രങ്ങളിലേക്ക് നമുക്ക് ഈ രോഗികളെ വെക്കുകയും പിന്നീട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ നൽകാൻ കഴിയും എന്നുള്ളതാണ് ഈ മയാസത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. സ്വാർത്ഥത, അത്യാഗ്രഹം, തന്ത്രം, ചൂഷണം, അതുപോലെ ചുണ്ടുകൾ കട്ടിയുള്ളത്, കട്ടിയുള്ള ചർമ്മം. അതുകൊണ്ടാണ് പറഞ്ഞത് മത്സ്യത്തിന്റെ ചർമ്മം പോലുള്ള കട്ടിയുള്ള ചർമ്മമാണ്. നഖങ്ങൾ കട്ടിയുള്ളതും വരമ്പുള്ളതും ആണ്. അപ്പോൾ നമുക്ക് വസ്ത്രധാരണം, അതുപോലെ മഞ്ഞ തിളക്കമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. അപ്പോൾ പറഞ്ഞാൽ ഈ രോഗികളൊക്കെ നമുക്ക് പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരിലൊക്കെ നമുക്ക് പലപ്പോഴും സൈക്കോട്ടിക് രോഗികൾ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. പലപ്പോഴും ഈ പദവി ആഗ്രഹിക്കുന്നവരാണ് ഈ സൈക്കോട്ടിക് രോഗികൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് അത്തരം സ്ഥലങ്ങളിലാണ് ഇവരെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക. അതായത് എങ്ങനെ സമ്പത്തോ അല്ലെങ്കിൽ പദവിയോ ഉണ്ടാകുക എന്നുള്ള തരത്തിൽ. പണ്ട് കാലത്താണെങ്കിൽ രാജാക്കന്മാരോ അല്ലെങ്കിൽ അവരോട് അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും. ഇന്നാണെങ്കിൽ ഭരണവർഗങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ തൊഴിലായാലും ഏകാധിപതിയാവാം, ഡോക്ടർമാർ പലപ്പോഴും ഡോക്ടർമാരാകുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ പദവി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളല്ലേ പലപ്പോഴും ചെറിയ കുട്ടികളോട് നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരാണെന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനം ആഗ്രഹിക്കുന്നതാണ്. ചിലപ്പോൾ ആ ബഹുമാനം ആഗ്രഹിക്കുന്ന സൈക്കോട്ടിക് ലക്ഷണത്തിലേക്ക് പോകാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചില ഡോക്ടർമാർ സൈക്കോട്ടിക് ആണ് എന്നല്ല പറയുന്നത്. അപ്പോൾ പോലീസുകാരാവാം, രാഷ്ട്രീയക്കാരാവാം. അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് ബ്രോക്കർമാർ, ഇവരൊക്കെ ഒരു സൈക്കോട്ടിക് മൈൻഡ് ഉണ്ടാവാം. അപ്പൊ ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ മയാസങ്ങളും എല്ലാവരിലും ഉണ്ട്. അല്ലാണ്ട് ഈ മയാസങ്ങൾ ഇല്ലാത്ത ഒരാളില്ല. അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് രോഗങ്ങളില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ ഇത്തരം മയാസങ്ങൾ, അതായത് ഈ അത്യാഗ്രഹവും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് മനുഷ്യന്മാർ, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ കാണുമ്പോൾ കൂടുതൽ പഠിക്കണമെന്നൊരു കുട്ടിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ ഒന്നാമനാവണം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒരു സൈക്കോട്ടിക്കിന്റെ ഒരു പോസിറ്റീവ് വശമാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരിലും ഈ മയാസങ്ങളൊക്കെ ഏറിയും കുറഞ്ഞുമുണ്ട്. അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ പരിണാമത്തിന്റെ ഭാഗമായിട്ടും പ്രകൃതി തന്നെ നമ്മൾ തന്നതാണ്. പക്ഷെ ഇവ അധികമാകുമ്പോഴാണ് പലപ്പോഴും ഇവ രോഗങ്ങളിലേക്ക് പോകുന്നത്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടാവും, സാമ്പത്തികമായിട്ട് ഉയരണം എന്നുണ്ടാവും. ഇതൊക്കെ ഒരു പോസിറ്റീവ് വശം തന്നെയാണ്. എന്നാൽ ഇത് അമിതമായി കഴിഞ്ഞാലോ, മനുഷ്യനേക്കാൾ സമ്പത്തിനെ സ്നേഹിക്കുന്ന ഒരവസ്ഥ വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിനെ രോഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശരീരത്തിലേക്ക് തന്നെ നന്നായി ഒരുപാട് ഭക്ഷണം കഴിക്കും, അപ്പൊ ഡിപ്രഷനിലേക്ക് പോകും. അപ്പൊ ഇവരുടെ ശരീരം തടിക്കും. ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു രോഗികൾ ആ രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ തടിയുള്ളവർ സൈക്കോട്ടിക് ആണ് എന്നൊന്നും കണക്കിലെടുക്കേണ്ടതില്ല. എങ്കിൽ പോലും അവരുടെ ലക്ഷണങ്ങൾ കൂടുതലും അങ്ങനെയാണ് എന്നുള്ളതാണ്. പല ലൈംഗിക മൂത്ര സംബന്ധമായ തകരാറുകൾക്കും കഫാധിക്യത്തിനും സന്ധികളുടെയും ചർമ്മത്തിന്റെയും രോഗങ്ങൾക്കും ഈ മയാസം കാരണമാകും. നനഞ്ഞ കാലാവസ്ഥയും കടലുമായി സമ്പർക്കം പുലർത്തുന്നതും ഈ രോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതും ഇതൊക്കെയാണ്. അതുപോലെ പ്രധാനപ്പെട്ട മരുന്നുകളുണ്ട്. തൂജാലൈക്കപ്പൂടെ, നാട്രൽ സൾഫ്, കോസ്റ്റിക്കം, കാലി സൾഫ്, സ്റ്റെവിസൈക്രിയ, കൽക്കേരിയ, സെപ്പിയ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട മരുന്നുകൾ. അരിമ്പാറ വയൽ രോഗങ്ങളൊക്കെ ഈ മയാസത്തിലാണ് കാണപ്പെടുന്നത്. അതേസമയം ഈ അരിമ്പാറയും ഇതൊക്കെ ഉള്ളത് ചിലപ്പോൾ നമ്മൾ ആന്റിസോറിക് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാറുന്നുണ്ടാവും. ചിലപ്പോൾ ആന്റിസിഫിലിറ്റിക് മെഡിസിൻസ് ചിലപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ രോഗിയെ കൂടുതലായിട്ട് കേസ് എടുത്തു. അതിനാണ് നമ്മൾ കൂടുതൽ വ്യക്തമായ കേസ് എടുക്കുകയും രോഗിയോട് കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 3 സൈക്കോട്ടിക് വ്യക്തിത്വങ്ങൾ, നമ്മുടെ ചരിത്രത്തിലുള്ള 3 വ്യക്തിത്വങ്ങളെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ മയാസങ്ങളൊക്കെ മോശമാണ് എന്നും ധരിക്കേണ്ടതില്ല. ഈ മയാസങ്ങളൊക്കെ ഏറിയും കുറഞ്ഞും എല്ലാ മനുഷ്യരിലും ഉണ്ട്. പ്രകൃതി അത് തന്നിരിക്കുന്നത് തന്നെ മനുഷ്യരിൽ അത് പോസിറ്റീവായ ഒരു വശങ്ങൾ കൂടി ഇതിലുള്ളത് കൊണ്ടാണ്. പിന്നെ സിഫിലിസ് എന്നുള്ളതാണ് അടുത്ത മയാസം എന്ന് പറയുന്നത്.
സിഫിലിറ്റി മയാസത്തെ നാശത്തിന്റെ മയാസം എന്ന് വിളിക്കുന്നു. നാഡീവ്യവസ്ഥയുടെ പല രോഗം, അതായത് നാശം ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് ഈ സിഫിലിറ്റി മയാസത്തിൽ പെടുന്നത്. പണ്ട് കാലത്ത് സിഫിലിസ് വ്യാപകമായി സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഈ സിഫിലിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സിഫിലിറ്റിക് രോഗികളാണ്. അതായത് ഇപ്പം സിഫിലിസ് എന്ന രോഗമാണ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ പോലും നമുക്ക് സിഫിലിസ് എന്ന രോഗം അതിന്റെ പൂർണ്ണമായ അവസ്ഥയിൽ വരണമെങ്കിൽ നമ്മളിൽ സിഫിലിറ്റി മയാസം ഉണ്ടായിരിക്കണം. ഇപ്പം അരിമ്പാറ ഇപ്പൊ എല്ലാവർക്കും പിടിക്കണം നിർബന്ധമില്ല. ഈ അരിമ്പാറ നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ഈ സൈക്കോട്ടിക് മയാസം അല്പമെങ്കിലും ഉണ്ടായേ നമ്മുടെ ശരീരത്തിൽ ഈ അരിമ്പാറ വരൂ എന്നുള്ളതാണ് ഇതിന്റെ നമുക്ക് ആമുഖമായി പറയാനുള്ളത്. അതുപോലെ ഭൗതിക തലത്തിൽ ഗാംഗ്രീൻ, തിമിരം, അന്ധത, സിരകളിലും അസ്ഥികളിലും അൾസറേഷനുകൾ, നാവിന്റെ വിള്ളലുകൾ, ചർമ്മത്തിലെ വിണ്ട് കീറലുകൾ, ചെവി, മൂക്ക്, മൂത്രാശയ രോഗങ്ങൾ, അതുപോലെ ഒരുപാട് രോഗങ്ങൾ, ഇപ്പൊ ഹാർട്ട് അറ്റാക്ക്, ഇതൊക്കെ പോലുള്ളതൊക്കെ ഈ സിഫിലിറ്റിക് മയാസത്തിലേക്കാണ് പലപ്പോഴും പോകുന്നത്. മാനസിക വൈകാതരത്തിൽ ഇതിനും അസൂയൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞാൽ കോപമാണ്, ദേഷ്യപ്പെടുക. മറ്റേതിൽ അസൂയയും അത്യാഗ്രഹമാണെങ്കിൽ കോപവും പകയുമാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് വേഗം ഓടിച്ചു തീർക്കാം. സിഫിലിസിന്റെ പ്രത്യേകത മുടി കൊഴിച്ചിൽ, മുഖം ചുവപ്പ് കലർന്ന രൂപം. അതായത് ക്രിമിനൽസ് ആണ് ഏറ്റവും കൂടുതൽ ഈ സിഫിലിറ്റി മയാസത്തിൽ പെടുന്നത്. അവരുടെ ഹോബികൾ വേട്ട, ഗുസ്തി, ബോക്സിംഗ്, ആയോധന കല, അമ്പെയ്ത്ത്, തൊഴിൽ കശാപ്പുകാർ, പട്ടാളം, പോലീസ്, ഗുണ്ടകൾ, ക്രിമിനലുകളൊക്കെയാണ്. ഡിമൻഷ്യ, അൽസിമേഴ്സ്, പാർക്കിൻസൺസ് രോഗികളൊക്കെ ഈ സിഫിലിറ്റിക് മയാസത്തിൽ പെടുന്നതാണ്. രണ്ട് സിഫിലിറ്റിക് മയാസത്തിന്റെ ഇതാണ്. സീരിയൽ കില്ലേഴ്സ് ഒക്കെ പലപ്പോഴും സിഫിലിറ്റിക് മയാസിലേക്കാണ് പെടുക. ചിലർ ക്യാൻസർ മയാസിലേക്കും പെടുന്നുണ്ട്. നാഡീവ്യവസ്ഥ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള മദ്യപാനികൾ, ലഹരികൾ ഉപയോഗിക്കുന്നതൊക്കെ പലപ്പോഴും സിഫിലിറ്റിക് മയാസിന്റെ ഭാഗമാണ്. പ്രധാനപ്പെട്ട മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ആർസനിക്കം, മോറം, മെർക്കുറി, ഫോസ്ഫറസ്, ലൈക്കോപോഡിയം, നൈട്രിക് ആസിഡ്, സിഫിലിനം എന്നിവ പോലുള്ള മരുന്നുകളാണ് ആന്റിസിഫിലിറ്റിക് മരുന്നുകൾ. പിന്നെ ട്യൂബർക്കുലം. ഇത് ഈ 3 മയാസങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ RBG, റെഡ്, ബ്ലൂ, ഗ്രീനിലെ 3 കളറുകളുണ്ട്. ഈ കളറുകൾ കൊണ്ട് നമുക്ക് വ്യത്യസ്തമായ വർണ്ണങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്നത് പോലെ ഈ 3 മയാസങ്ങളുടെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഇവയുടെ പ്രത്യേക തരത്തിലുള്ള കൂടിച്ചേരലുകൾ വഴിയാണ് മറ്റു മയാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ ട്യൂബർക്കുല മയാസം അതിന്റെ പ്രത്യേകതകളുണ്ട്. അതിന്റെ ഒരുപാട് മരുന്നുകൾ. പിന്നെ ക്യാൻസർ മയാസം. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ക്യാൻസർ എന്ന രോഗം മാത്രമല്ല, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും ഈ കടുത്ത മതവാദികൾ, അതായത് മറ്റൊരാളെ നിന്നും പൂർണ്ണമായും പാരസൈറ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും ഈ ക്യാൻസർ മയാസത്തിലേക്കാണ് വരുന്നത്. ആ പേര് ക്യാൻസർ എന്നുള്ള രോഗവുമായി ബന്ധപ്പെട്ടതല്ലോ. അതേസമയം പലപ്പോഴും ക്യാൻസറിനെ പോലെ തന്നെയാണ് ഉള്ള മറ്റു രോഗങ്ങളും ഇതിലേക്ക് പെടുന്നതാണ്. ക്യാൻസർ മയാസത്തിന്റെ ഇതൊക്കെ നമുക്ക് പിന്നീട് വേണം. പിന്നെ അക്യൂട്ട് മയാസങ്ങൾ എന്ന രീതിയിൽ ഡോക്ടർ സാമു ഹാനുമാനും അതിന് ശേഷമുള്ള ആളുകൾ വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അത്ര അത്യാവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും മയാസിനെ കുറിച്ച് നമുക്ക് 9:40 അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത്. മയാസങ്ങൾ പ്രധാനമായും 3 തരമുണ്ട്: സോറ, സിഫിലിസ്, സൈക്കോസിസ്. എല്ലാ മനുഷ്യരിലും മറ്റ് അജൈവ വസ്തുക്കളിലും മരുന്നുകളിലും എല്ലാത്തിലും ഈ മയാസങ്ങൾ ഏറിയും കുറഞ്ഞുമുണ്ട്. അത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ 3 മയാസങ്ങൾക്കും അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഈ മയാസങ്ങൾ ദോഷം മാത്രമല്ല ചെയ്യുന്നത്, ഗുണവും ഉണ്ട്. ഈ മയാസങ്ങൾ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെ സ്വാധീനിക്കുന്നു. ഈ 3 മയാസങ്ങളും ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെ സ്വാധീനിക്കുന്നു. ഒരു വ്യക്തിയുടെ പെരുമാറ്റം, വ്യക്തിത്വം, സ്വഭാവം, രൂപം എന്നിവ അയാളിലെ മയാസത്തിന്റെ ബഹിർസ്ഫുരണമാണ്. അതായത് ഒരു വ്യക്തി എങ്ങനെ ഒരു സബ്ജക്റ്റ്, ഒരു വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അയാളുടെ മയാസമാണ്. അയാളെ ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കൂടുതൽ ഡിസ്കഷൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് തന്നെ സ്വയം തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരാൾക്ക് ഒരു രോഗം എങ്ങനെ രൂപാന്തരം ബാധിക്കുന്നു എന്ന് മയാസം വെച്ച് പറയാൻ കഴിയും. ഒരാൾക്ക് രോഗം ബാധിക്കുമോ എന്ന് മയാസം വെച്ച് പറയാൻ കഴിയും. അതായത് ഒരു സിഫിലിസ് രോഗാണു കുത്തിവെച്ചാൽ പോലും അയാൾക്ക് സിഫിലിസ് ബാധിക്കണമെങ്കിൽ അയാൾ സിഫിലിസ് മയാസം ഉണ്ടായേ മതിയാവും. ഒരു ഡിസ്ട്രക്റ്റീവായ ഒരു മയാസം അയാളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ രോഗം ബാധിക്കുകയുള്ളൂ. നമുക്ക് തന്നെ ഇപ്പോൾ അറിയാം, കോവിഡ് എല്ലാവരും ബാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് പേർക്ക് മാത്രം വളരെ കൂടുതലായിട്ട് വരുന്നു, ചിലർക്ക് വളരെ കുറഞ്ഞു വരുന്നു. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ മയാസം വെച്ച് നമുക്കത് അതൊക്കെ നിർവചിക്കാനും പ്രവചിക്കാനും കഴിയും.
ഒരു രോഗിക്ക് വിവിധ മയാസങ്ങൾ ഉണ്ടാകുന്നതും പുരോഗമിക്കുന്നതും ജനിതകപരവും പുറമേ നിന്നുള്ള സാഹചര്യങ്ങളും അകത്തു നിന്നുള്ള സാഹചര്യങ്ങളും ഭക്ഷണ രീതികളും സ്വന്തം ചെയ്തികളുമാണ്. അതുപോലെ തന്നെ ഈ ഇത്തരം മയാസങ്ങൾ നമ്മൾ ഉണ്ടാകുന്നത് നമ്മുടെ രീതികൾ കൊണ്ട്. നമ്മളിപ്പോൾ നമ്മളൊരു സിവിറ്റി മയാസമാണ്, ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട്. നമ്മളൊരു ക്രിമിനൽ മൈൻഡുള്ള ആളുകളുമായി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രിമിനൽ മൈൻഡ് സെറ്റ് കൂടുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു മദ്യം ഉപയോഗിക്കുകയാണ്, ഒരു സിവിറ്റിക്കായ മയാസമുള്ള ആളുകൾക്ക് മദ്യത്തോട് കൂടുതൽ താല്പര്യങ്ങളുണ്ടാവും. നമ്മൾ മദ്യം ഉപയോഗിക്കുകയാണ്, നമ്മുടെ മയാസം കൂടുകയും നമ്മൾ കൂടുതൽ രോഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ മയാസം എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മളെ സിനിമയിൽ പറഞ്ഞ പോലെ ഇത് പഠിക്കാനേ പറ്റൂ, പഠിപ്പിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഇത് നിരീക്ഷണത്തിലൂടെയാണ് ഭൂരിഭാഗം മയാസങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ഓരോ ആളുകളെയും നിരീക്ഷിക്കുക, നമ്മൾ നിത്യേന നമ്മൾ കാണുന്ന ആളുകളെ നിരീക്ഷിക്കുക. പിന്നീട് അയാളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അയാൾ ഏത് മയാസത്തിലേക്കാണ് പോകുന്നത്. സോറ, സിഫിലിസ്, സൈക്കോസിസ് എന്നിവയാണ് പ്രധാനപ്പെട്ട 3. ഇത്രയാണ് നമുക്ക് ഈ മയാസിനെ കുറിച്ച് ആമുഖമായി പറയാനുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഒരു ക്ലാസ് പോലെ എടുക്കാൻ പറഞ്ഞാൽ ഈ മയാസങ്ങൾ എന്ന് കേൾക്കുമ്പോൾ എന്തോ നമുക്ക് അറിയാത്തൊരു കാര്യമായി പലപ്പോഴും പൊതുജനങ്ങൾക്കായാൽ പോലും ഇതെന്തോ ഒരു അന്ധവിശ്വാസം പോലെയൊക്കെ ആളുകൾ കാണുന്നുണ്ട്. അങ്ങനെയല്ല. ഇതൊക്കെ ഇതിനൊക്കെ ഒരു പ്രത്യേകമായ ഒരു ചിട്ടയും അടുക്കും ചിട്ടയും ഘടകങ്ങളും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനിയൊരു ക്ലാസ് ഉണ്ടെങ്കിൽ ഇതിന്റെ കുറച്ചുകൂടി നമുക്ക് എങ്ങനെ ഓരോരുത്തരുടെ ആളുകളെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം. തീർച്ചയായും ഡോക്ടർ, എത്ര വേണം എടുക്കാം, കുഴപ്പമില്ല. തീർച്ചയായും വളരെ നല്ല ഒരു പ്രസന്റേഷനാണ് ഇവിടെ നടന്നത്. ഈ പ്രസന്റേഷനിൽ ഡോക്ടർ മയാസത്തെക്കുറിച്ച് സാധാരണക്കാരായ ആൾക്കാർക്കും അതുപോലെ തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഒന്നുകൂടെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ചിന്തിക്കാനും പെട്ടെന്ന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ ഈ വിഷയം എന്തായാലും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീർക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് നാം അതിന് 1ാം ഭാഗം എന്നൊരു തലക്കെട്ടുകൂടെ നമ്മുടെ പോസ്റ്ററിൽ കൊടുത്തിരുന്നു. അപ്പോൾ തീർച്ചയായും അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ 2ാം ഭാഗം നമുക്ക് ചെയ്യണം. അങ്ങനെ ആഴ്ചയിൽ 1-2 ഡോക്ടർ സമയമെടുത്ത്, ഒത്തിരി തെറുതിയിട്ട് വേണ്ട, കാരണം ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ഷമയോടെ തന്നെ പോയാൽ മതി. നമ്മൾ അറിവറി കൂട്ടേണ്ട കാര്യമില്ല, കാരണം ഇതൊക്കെ നമ്മൾ എല്ലാവരിലും എത്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു TV ചാറ്റിൽ പോയപ്പോഴും നമ്മൾ ഈ മാസത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിവരണം കൊടുത്തിരുന്നു. അത് ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ അടിസ്ഥാന തിയറി നമ്മൾ എത്തിക്കണം. എന്തായാലും ഈ വേദിയിൽ മറ്റ് വിദഗ്ധരായ ആൾക്കാരും അതുപോലെ ഡോക്ടർമാരും സാധാരണക്കാരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. ഓരോരുത്തരായി ഹാൻഡ് റൈസ് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ തീർക്കാം, അഭിപ്രായം പറയാം. ഇപ്പോൾ ഡോക്ടർ തന്നെ ആദ്യം തുടങ്ങാം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു നല്ല ക്ലാസ് ആയിരുന്നു. ഈ മയാസം എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ മുതൽ മയാസമില്ലാത്ത ഒരു മനുഷ്യൻ, എൻ്റെ ഒരു കൺസെപ്റ്റാണ്, മയാസമില്ലാത്ത മനുഷ്യനിൽ നിന്നാണ് മയാസമുള്ള മനുഷ്യനിലോട്ട് പോയെന്നുള്ളതാണ് കാണുന്നത്. അത് ഫസ്റ്റ് നോളജിൽ നിന്നാണ്, ഒരു തെറ്റായ നോളജിൽ നിന്നാണ്. മറ്റേ കെന്റ് പറയുന്നത് ഫസ്റ്റ് സിൻ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രോം ദ ഫസ്റ്റ് സിൻ. മനുഷ്യനിൽ ആദ്യം പാപം ചെയ്തു തീർന്നപ്പോഴാണ് വന്നത്. അതൊരു തെറ്റായ നോളജിലായിരുന്നു. തെറ്റായ നോളജിൽ നിന്ന് മനുഷ്യൻ ആ തെറ്റായ നോളജ് അനുസരിച്ച് പ്രവർത്തിക്കുക. ഇന്നും അതുപോലെ തന്നെ തെറ്റായ നോളജ് ഉണ്ട്. മനുഷ്യരെ എല്ലാവരും തെറ്റായ നോളജുകൾ കൊണ്ട് ഇപ്പൊ വിരട്ടുകയാണ് ആൾക്കാർ. ഇപ്പൊ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒമിക്രോൺ, ഓരോരോ പേരുകൾ, ഇപ്പൊ പുതിയ പുതിയ പേരുകൾ കൊടുത്ത് ഇങ്ങനെ വരട്ടുകയാണ്. തട്ടിക്കളയും വെട്ടിക്കളയും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ട് മനുഷ്യരെല്ലാവരും പേടിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളീയരുടെ ഒരു പ്രത്യേക കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചിരുന്നാലും, ദിവസവും പത്രം വായിക്കുന്നവരാണ്. ഈ പത്രം വായിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് കിട്ടിയാലും ഉടൻ തന്നെ പോയി കുത്തിവെക്കുകയാണ്. അവരുടെ ശരീരത്തിൽ അതിനെ കുറിച്ചൊന്നും നോക്കത്തില്ല. ഫാക്ട് ഷീറ്റൊക്കെ ഉണ്ടെങ്കിലും ആ ഫാക്ട് ഷീറ്റിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്ന പോലും ഇല്ല. നേരെ അങ്ങ് കുത്തിക്കയറ്റുകയാണ്. ഇവരിപ്പോഴും ഞാൻ നോക്കിയിട്ട് പലപ്പോഴും കുത്തിക്കയറ്റുന്ന പല മയാസങ്ങളുമാണ്, ഇല്ലേ? പല മയാസങ്ങളും ഇങ്ങനെ കുത്തി പുതിയ പുതിയ മയാസങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസം കഴിയുന്തോറും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താണ് പരിഹാരം? ഇന്ന് തന്നെ നമ്മളെ പത്രത്തിൽ കണ്ടില്ലേ,
എല്ലാം പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം കംപ്ലീറ്റ് ഇതായിരുന്നു, എന്താ ഈ ഹോമിയോ മരുന്ന്, അതിന് മുമ്പത്തെ മാസം ഹോമിയോ മരുന്ന് കൊടുക്കുന്നതിന് പ്രശ്നമൊക്കെ. അത് കഴിഞ്ഞ് ഈ മാസം മൊത്തം കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിനിപ്പോഴും പറയുന്ന കാരണങ്ങൾ പറയുന്നത് എന്താണ്? ദൂരെ കൂടെ ഇരുത്തി അവരെ എല്ലാവരും മാസ്ക് ഒഴിപ്പിച്ചിരുന്നു, അവർ വഴിയെ പോയപ്പോൾ ഒറ്റയ്ക്കാണ് നടന്നു പോയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഹോമിയോ മരുന്നിനെ കുറിച്ച് ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടില്ല. അച്ഛൻ പത്തായത്തിലുള്ള കിണറ്റിലുള്ള എന്ന് പറയുമ്പോൾ ഹോമിയോ മരുന്ന് കൊടുത്ത് ഒരു മാസം കൊണ്ട് ഒരു കുട്ടിക്ക് പോലും ഒരു പ്രശ്നവും വന്നില്ല എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം ലോകം മൊത്തം വിളിച്ച് പറയേണ്ട കാര്യം പറയാൻ പേടിയാണ്. എല്ലാവരും പേടിയാണ്. ഞാൻ അത് പറഞ്ഞിരുന്ന എന്നെ തട്ടിക്കളയോ വെട്ടിക്കളയോ എന്നുള്ള പേടിയാണ്. അഥവാ എന്തെങ്കിലും പറ്റി ഒരു ആക്സിഡന്റ് വന്നിരുന്നാലും നേരെ പോയി നമ്മൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി തീർന്നാൽ നമ്മളെ തട്ടിക്കളയോ എന്നുള്ള പേടിയാണ്. അപ്പോൾ ഈ മയാസങ്ങൾ കുത്തിക്കയറ്റുന്ന ഈ പുതിയ അവസ്ഥയ്ക്ക് എതിരായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ അഭിപ്രായങ്ങൾ. ഡോക്ടർക്ക് സംസാരിക്കാം. അതായത് ഡോക്ടർ വളരെ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ഈ ത്രിദോഷമായിട്ട് എക്യുവേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പില്ല. കാര്യം വെച്ചാല് അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നത് കാക്കും കെടുക്കും ദേഹത്തെ തെറ്റാഞ്ഞാൽ തെറ്റിയാലില്ല. അപ്പൊ സംരക്ഷിക്കുന്നതും രോഗം ഉണ്ടാക്കുന്നതുമായ ഘടകങ്ങളാണ് ത്രിദോഷം എന്ന് പറയുന്നത്. അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നത് നമ്മുടെ ദേവരായൻ ഡോക്ടർ അറിയായിരിക്കും, പുള്ളി ആയുർവേദ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. അപ്പൊ അതിനെ ഇതുമായിട്ട് നമ്മൾ എക്യുവേറ്റിന്റെ കാര്യമില്ല. എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാല് ഇതൊരു നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു മാലയ്ക്കകത്ത ചരട് പോലെയാണ്. വിവിധ മുത്തുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ചരടാണ് മയാസം. ആ ചരട് ഇല്ലാതെ മാല ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡിസീസ് കോസ് ആണ് മയാസം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും നല്ല അവതരണമായിരുന്നു. പിന്നെ മലയാളവൽക്കരണം അല്പം കടുത്തു പോയ അഭിപ്രായം എനിക്കുണ്ട്. ഈ ഹൈഡ്രാഹെഡ് എന്നുള്ളത് ശരിക്കും നമ്മൾ 1000 നാവള ഒരു വല്ലാത്തൊരു വാക്ക് ഉപയോഗിച്ചത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഈ സർക്കുലറിന്റെ മലയാളത്തിൽ ചുറ്റി തിരിച്ചു കൊടുക്കുക എന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് വിളിക്കുന്നത്. മൃഗസംരക്ഷണത്തെ വാസ്തുവിദ്യക്കും അനിമൽ ഹസ്ബൻഡറി. അപ്പൊ അത് വേണ്ട, അല്ല ഹൈഡ്ര എന്നുള്ളതിന് ജലം എന്ന് പറഞ്ഞ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം ജലവും അതുപോലെ എല്ലാ തരത്തിലും ആവരണം ചെയ്യുന്നതാണ്. ജലത്തിനൊരു പ്രത്യേകത അങ്ങനെ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞ ഗ്രീക്ക് മിത്തോളജിയിൽ ഹൈഡ്ര എന്നല്ല അത് നോക്കിയിരുന്നത്. നമ്മൾ അനന്തരം എന്ന് പറയുമ്പോൾ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അത് കൊള്ളാം. ശരി, ഹരിഹരൻ ഡോക്ടറോട് പോകാൻ. ഹലോ, കേൾക്കാം ഡോക്ടർ ജഗദീഷ്. വെരി ഗുഡ്, നൈസ് പ്രസന്റേഷൻ. കൊള്ളാം. പക്ഷേ ജഗദീഷ്, എന്റെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനല്ല, എൻ്റയർലി ഡിഫറെന്റ്. എനിക്ക് ഒരു ദിവസമൊന്നും വേണ്ട. ഞാന് എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മോഡേൺ സയൻസുമായിട്ട് ലിങ്ക് ചെയ്യണം. മോഡേൺ സയൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഈ ജനറ്റിക് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഓരോരുത്തർക്കും ജനറ്റിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ജനറ്റിക് ക്യാരക്ടേഴ്സ് ഇംബൈബ് ചെയ്ത് വരുന്നത് എവിടെ നിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഏതോ ഒരു തലമുറയെന്ന് ഇംബൈബ് ചെയ്താണ് ജനറ്റിക് ക്യാരക്ടേഴ്സ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കാണുന്നത്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ജനറ്റിക്കലി ഞാൻ ഇങ്ങനെ ആവാനേ വഴിയുള്ളൂ. ഇതിനകത്ത് പിന്നെ വരുന്നത് ഒരു അക്വയർഡ് ആണ് വരുന്നത്, ഇവിടുന്ന് കിട്ടുന്നതാണ്. ഞാൻ പിന്നെ പോകുന്നത്, പിന്നെ എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നത് എന്നിൽ നിന്നും ഉള്ളതും എൻ്റെ വൈഫിൽ നിന്നുള്ള കിട്ടുന്നതും കൂടെ ചേർന്നിട്ടാണ് എൻ്റെ കുട്ടികൾക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ ഇത് ജനറ്റിക്കലി ട്രാൻസ്ഫേർഡ് ആണ്. ജനറ്റിക്കലി ട്രാൻസ്ഫേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു സമാഹാരമാണ് ഈ മയാസം എന്ന് പറയുന്നത്. അതിന് പിന്നെ ഹനിമാൻ ചില ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ചില ക്യാരക്ടേഴ്സ്, അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഡോക്ടർ പറഞ്ഞു ഈ സൈക്കോട്ടിക് ക്യാരക്ടർ പറഞ്ഞു. സൈക്കോട്ടിക് ക്യാരക്ടറും സിഫിലിറ്റിക് ക്യാരക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഒന്ന് ഒരു ഡിസ്ട്രക്റ്റീവ് ഈ രീതിയിലാണ്, മറ്റേത് അങ്ങനെയല്ല, മാനിപ്പുലേറ്റീവ് ആണ്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഒത്തിരി നീട്ടുന്നില്ല, കാര്യം വെച്ചാൽ ഒത്തിരി പേര് സംസാരിക്കാനുണ്ടാവും. 9:52 അത് അങ്ങനെ മാനിപ്പുലേറ്റീവ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള ഈ ടെൻഡൻസീസ് വരുന്നത് വാസ്തവത്തിൽ ജനറ്റിക് ക്യാരക്ടറിൽ നിന്നാണ് വരുന്നത്, ജനറ്റിക്കലാണ്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ
ഒത്തിരി മയാസംസ് വേറെയുണ്ട്. മയാസംസ് ഒത്തിരി മയാസംസ് ഉണ്ട്. ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ ധാരാളം ഗ്രൂപ്പിംഗ് ഇതിനകത്ത് നടക്കണം. ഗ്രൂപ്പിംഗ് ഇപ്പൊ 1,50,000 പേരുണ്ടെങ്കിൽ 1,50,000 മയാസംസ് ഉണ്ടാവും. അത് പിന്നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ചെയ്യുമ്പോഴാണ് ഒരു മെജോറിറ്റി ഗ്രൂപ്പിന് നമ്മൾ സോറ എന്ന് പറയുന്നു, ഇല്ലെങ്കിൽ സൈക്കോട്ടിക് എന്ന് പറയുന്നു, ഇല്ലെങ്കിൽ സിഫിലിറ്റിക് എന്ന് പറയുന്നു. ഇതല്ലാതെ വേറെയുണ്ട്. ഇപ്പം ട്യൂബർകുലിനിക് മയാസം, ഇല്ലേ പേരില്ലാത്ത എത്ര ടെൻഡൻസീസ് ഉണ്ടാവും. പേരില്ലാത്ത എത്ര ടെൻഡൻസീസ് ഉണ്ടാവുമെന്ന് നമുക്ക് മെറ്റീരിയൽ മെഡിക്ക വായിക്കുമ്പോൾ അറിയാം. മെറ്റീരിയൽ മെഡിക്കയിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ എന്തുമാത്രം മരുന്നുണ്ടോ അത്രയ്ക്കധികം മയാസംസും ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കി കാണുന്നത് വളരെ പരിമിതമായിട്ടാണ്. ഈ 3 എണ്ണത്തേലെ ഒതുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അവിടെ നമുക്ക് തെറ്റുപറ്റുന്നുണ്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇത് വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ പഠിക്കുമ്പോൾ അയാളുടെ, അതുകൊണ്ടാണ് നമ്മൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവരിലുള്ള ക്യാരക്ടർ ഇയാൾ കണ്ടേക്കാം. അത് ഫിസിക്കലി ട്രാൻസ്ഫർ ചെയ്ത രോഗങ്ങൾ ഉണ്ടായിരിക്കാം. അതെല്ലാം ജനറ്റിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നതാണ് അത്. പക്ഷെ 5 കുട്ടികളുണ്ടെങ്കിൽ 5 പേരിലും ഡിഫറെന്റ് ആയിട്ടും വരുന്നത് കാണാം. അപ്പൊ അത് എവിടുന്ന് വരുന്നു പിന്നെ അപ്പൊ അവിടുത്തെ 4 ഫാദേഴ്സോ ഇല്ല അതിൽ നിന്ന് 4 ഫാദേഴ്സോ അങ്ങനെ വരുന്നുണ്ടാവും. അതുകൊണ്ട് മയാസത്തെ നമ്മളൊരു സയന്റിഫിക് ആയിട്ട് കാണണം, ഒരു മിത്ത് പോലെ കാണരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടറെ ജഗദീഷ്, അല്ല അതിനെപ്പറ്റി തന്നെയാണ് ഡോക്ടർ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ RBG എന്ന് ഞാൻ പറഞ്ഞില്ലേ, 3 പ്രൈമറി കളേഴ്സ് വെച്ചിട്ട് നമ്മളിപ്പോ പ്രിന്റേഴ്സ് നോക്കിയാൽ മതി, നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ കളറുകളും നമുക്ക് ഉണ്ടാക്കാം. അതെ, പക്ഷെ ഫണ്ടമെന്റലായിട്ട് പുതിയ കൺസെപ്റ്റ് നമുക്ക് ഫണ്ടമെന്റലി അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അല്ല മനോജ്, ഫണ്ടമെന്റലി there is 3 മയാസം അല്ല. അത് ഫണ്ടമെന്റലി 3 മയാസം അല്ല. ഹനിമാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ അതിന് വിയോജിക്കുന്നു. 3 മയാസമല്ല. നല്ലതാണ്. നമുക്കത് എത്ര ഡിസ്കഷൻസ് വരട്ടെ എന്നില്ല തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അതെ ഡോക്ടർ ശ്രീ അൺമ്യൂട്ട് സംസാരിക്കുമോ? അൺമ്യൂട്ട് ചെയ്യൂ. അസ്ലു അല്ലേ, എന്താണ് പേര്? ഹലോ, ഗുഡ് ഈവനിങ്. ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ട്, അത് ചോദ്യം ചോദിച്ചത്. ഓർക്കുന്നുണ്ട്. ഓക്കെ, സംസാരിക്കൂ. ഹലോ, സംസാരിച്ചോ? ഹലോ, എന്തോ പറ്റിയല്ലോ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി അവിടെ സിഫിലിസ്, അത് ഈ ആ മയാസിലുള്ള രോഗികളിൽ മാത്രമേ വരത്തുള്ളൂ. ഈവൻ സിഫിലിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ട്രിപ്പനോമ പല്ലിഡം ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കുറെ മുന്നേ പഠിച്ചതാണ്. അപ്പൊ അതിപ്പോ അത് ഏത് ഡാറ്റ വെച്ചാൽ നിങ്ങൾ പറയുന്നത്? ഇത് സിഫിലിസ് അതാ ഈ നിങ്ങൾ സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? എല്ലാ ഈ മയാസെല്ലാവർക്കും ഇത് വെച്ച് ഇൻക്യൂബേറ്റ് ചെയ്തിട്ട് ഇത് വരുന്നുണ്ടോ അല്ല, ഇത് എന്ത് ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്? അത് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇത് രണ്ടാണ്. അല്ല, അത് പറഞ്ഞത് പൊതുവാൾ ഡോക്ടർ അല്ല പറഞ്ഞത്, ഹ്യൂബർ ഡോക്ടർ അപാകതയുണ്ട്. അതായത് സസെപ്റ്റബിലിറ്റി എന്നാണ് ഹ്യൂബർ ഡോക്ടർ ഉദ്ദേശിച്ചത്, പക്ഷെ വാക്ക് മാറിപ്പോയതാണോ? സസെപ്റ്റബിലിറ്റി ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല, പാറപ്പുറത്ത് വേദത്തെ വിത്തുന്നുള്ളതിനെ ഓർമ്മിച്ചാൽ മതി. അത് സുനിൽ ഡോക്ടറിലേക്ക് പോവാം. സുനിൽകുമാർ ഡോക്ടർ സംസാരിച്ചു. ഹലോ, കേട്ടോ? ഞാന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മയാസത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ പല സമയത്തും എനിക്ക് പരാജയപ്പെട്ടായിട്ടുള്ള കാരണം, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഒരുപാട് പഠിക്കുന്ന സമയത്ത് ഒരുപാട് സംശയം വരും. പക്ഷെ ഇതിനെ ദൂരീകരിക്കാനായിട്ട് നമുക്ക് ഒരു ഗൈഡൻസ് തരാനൊന്നും മിക്കവാറും കാണത്തില്ല. അപ്പൊ അങ്ങനെ ഹലോ, ഓക്കെ. അപ്പൊ അങ്ങനെ പലപ്പോഴും ഞാനിതിന്റെ പഠിത്തം പകുതി വെച്ച് മുറിഞ്ഞു പോകാറുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്റെ അഭിപ്രായത്തില് ഡോക്ടർ ക്ലാസ് എടുക്കുമ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ ഓരോ മയാസത്തിന്റെയും പോസിറ്റീവ് സൈഡ് എന്ത്, നെഗറ്റീവ് സൈഡ് എന്ത് എന്നുള്ളതിനെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു പോയാൽ ഒരു രോഗി വരുമ്പോഴത്തെ അയാളുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന്
ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസും സിംഗിൾ മയാസത്തിൽ വരുന്നില്ല, മിക്സഡ് മയാസമൊന്നുമല്ല. അപ്പൊ ഒരു ഡിസീസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ മിക്സഡ് മയാസത്തിൽ നിന്നും നമുക്ക് ഓരോ മയാസവും മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ എങ്ങനെ ട്രീറ്റ്മെന്റ് തുടങ്ങണം, ഏത് മയാസത്തിൽ തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ കുറച്ചും കൂടെയൊക്കെ സെക്കൻഡ് ഫസ്റ്റ് ഒരു മയാസം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അസുഖം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് മയാസത്തിലോട്ട് പോകണം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലും കൂടെ വരുന്ന ക്ലാസ്സുകളിൽ എടുത്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ നമുക്കതൊരു പ്രാക്ടിക്കൽ സൈഡിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഹലോ, കേൾക്കാമോ? ഗുഡ് ഈവനിങ്. ഈ മയാസം എന്നുള്ള കൺസെപ്റ്റ് വളരെ വാസ്റ്റ് ആൻഡ് കോംപ്ലക്സ് ആണ് എന്നുള്ളത് സംശയമൊന്നുമില്ല. ഇത് ഒരു ക്ലാസ് കൊണ്ടൊന്നും ഇത് ശരിയായിട്ട് വരാൻ സാധ്യത കുറവാണ്. ഞങ്ങൾ ഈ ലേമാൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ തോന്നുന്നത്. പക്ഷേ എന്നാലും ഡോക്ടർ പൊതുവാൾ വളരെ നീറ്റായിട്ട് അത് പ്രസൻറ്റ് ചെയ്തു. കൂടുതൽ ഫുഡ് ഫോർ തോട്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഈ സബ്ജക്റ്റ് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മയാസം ആസ് ഫാർ ആസ് ഹോമിയോപ്പതി ഈസ് കൺസേൺ. അതുകൊണ്ട് നമുക്ക് ഡോക്ടർ പൊതുവാളിൻ്റെ ഒരു കാരുണ്യം അതിനുണ്ടാകണം. അടുത്ത ഒരു സെഷൻ കൂടെ വളരെ കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഡോക്ടർ ഹരിഹരനും മറ്റുമൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ വരത്തക്ക രീതിയിൽ ഡോക്ടർ പൊതുവാൾ വിൽ കം ഔട്ട്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ബിക്കോസ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പ്രസൻറ്റേഷനും അതെ, അതിൻ്റെ കാര്യങ്ങളും അതെ. പിന്നെ മലയാളം ഡോക്ടർ മനോജ് പറഞ്ഞ പോലെ കുറച്ച് കട്ടിയായിട്ടുള്ള കാര്യങ്ങൾ അല്പം കൂടെ സിംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. രസത്തിന് പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഫൈൻ, ആൻഡ് ഓൾ ദ ബെസ്റ്റ്. കം അപ്പ്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമുക്കിനി ഇന്നത്തെ ഈ സെഷൻ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായിട്ട് കുര്യൻകുരുവിള സാറിനെ വിളിക്കുകയാണ്. മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർ പൊതുവാളിന്റെ ക്ലാസ്സിൽ പലപ്പോഴും നന്ദി പറയുന്നത് ഞാനായിരിക്കും. ഇന്നും ആ ഭാഗ്യം എനിക്ക് തന്നെ കിട്ടിയതിൽ വളരെ നന്ദി. ഏതായാലും ഹനുമാൻ, കേൾക്കാമോ? ഹനുമാൻ കണ്ടുപിടിച്ച ഈ മയാസത്തിന്റെ ഇങ്ങനൊരു മയാസം ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് പറഞ്ഞ സൈക്കോട്ടിക് മയാസത്തിൽ ഒരു കാര്യം പറഞ്ഞത്. അതായത് പ്രേമിക്കുന്നവരൊക്കെ ഈ കുറെ കഴിഞ്ഞിട്ട് പ്രേമം നിർത്തി അവനവന്റെ കാര്യം നോക്കി പോകും. പക്ഷെ ഒരു സൈക്കോട്ടിക് മയാസം ഉള്ള ഒരാൾ അതിന് പ്രതികാരം ചെയ്യാനായിട്ട് പോകുന്നു. പലപ്പോഴും നമ്മുടെ മുമ്പിൽ എന്നും ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ പ്രതികാരം. കുത്തിക്കൊല്ലുക, വെടിവെച്ച് കൊല്ലുക, വിഷം കൊടുത്ത് കൊല്ലുക, ഇങ്ങനെ ഉള്ള പ്രതികാരങ്ങളെല്ലാം വരുന്നത് ആന്റി സൈക്കോട്ടിക് ആയിട്ടുള്ള സൈക്കോട്ടിക് മയാസക്കാരാണെന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മയാസങ്ങൾ ഇല്ല എന്ന് പറയുന്നത് വൈറ്റൽ ഫോഴ്സ് ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. വൈറ്റൽ ഫോഴ്സിന്റെ ഡിഫറൻസിയേഷൻ പോലെ തന്നെ ഈ മയാസത്തിനും ഡിഫറൻസിയേഷൻ ഉണ്ടെന്നുള്ളത് ഇന്ന് ഈ ക്ലാസ്സിൽ കൂടി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകമായിട്ട് നന്ദി IFVHന്റെ വകയായിട്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ സമർപ്പിക്കുകയാണ്. പിന്നെ ഡോക്ടർ ഹരിഹരൻ പറഞ്ഞ ഒരു കാര്യം, ഇപ്പൊ എൻ്റെ മുമ്പിൽ നിന്ന് ഒരു 15 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് പോയ ഒരു പേഷ്യന്റിന്റെ കാര്യം ഞാൻ ഓർക്കുമായിരുന്നു. ജനറേഷനിൽ കൂടി ഈ ക്യാരക്ടേഴ്സ് മാറി വരുമെന്നുള്ളത് എൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു. ഇപ്പൊ ഒരു 15 മിനിറ്റ് മുമ്പ് എൻ്റെ മുമ്പിൽ നിന്ന് പോയ ആൾ. കാരണം എനിക്ക് നടുവെട്ടലായിട്ട് വന്നതാണ്, നടു ഇങ്ങനെ അനങ്ങാൻ മേല. അപ്പൊ അയാളെ സപ്പോർട്ട് ചെയ്താണ് ഇവിടെ കസാര കൊണ്ടിരുത്തിയത്. കസാര എടുക്കാനായിട്ട് വൈഫ് ഇങ്ങനെ പൊക്കിയപ്പോഴത്തേന് അയാൾക്ക് ഭയങ്കരമായിട്ട് കൂടി അയാൾ കുറെ തെറി പറയുന്നത് കേട്ടു. അപ്പൊ ഇതേ സംഗതി തന്നെ ഇയാളുടെ അപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്, ഈ നടുവെട്ടലായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അന്നും അയാളുടെ വൈഫ് ഇങ്ങനെ പൊക്കിയപ്പോഴത്തേന് ഇതേ തെറി തന്നെ എന്ന് തന്നെയല്ല, അവരുടെ അപ്പൻ ഈ ഗ്രാൻഡ് ഫാദർ ഇതേ അസുഖമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അയാളും അതേ സെയിം പാറ്റേണിലുള്ള ഭാഷ തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പൊ ഹരിഹരൻ പറഞ്ഞപ്പോ ഞാൻ പ്രത്യേകം ഓർക്കുമായിരുന്നു. ഇപ്പൊ ഒരു 15 മിനിറ്റേ ആയുള്ളൂ ഈ ജനറേഷനിൽ കൂടി ഈ ക്യാരക്ടേഴ്സ് മാറി വരുന്നത് കണ്ടത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു.
തീർച്ചയായിട്ടും പൊതുവാൾ ഡോക്ടറുടെ ക്ലാസ്സുകൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും ഹോമിയോപ്പതി ഫീൽഡിലുള്ളവർക്കും ഇത് കേൾക്കുന്നവർക്കും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഈ ക്ലാസ്സുകൾ തുടർന്നും നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കം. ഇങ്ങനെ 459ാമത് ദിന വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ പൊതുവാളിന് പ്രത്യേക നന്ദി പറയുന്നു, ഒരിക്കൽ കൂടി പറയുന്നു. എന്നിരുന്നാലും നാളത്തെ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാം. നാളെ 8 മണിക്ക് വീണ്ടും ഇംഗ്ലീഷ് സെഷൻ തുടങ്ങുകയാണ്. ആ ഇംഗ്ലീഷ് സെഷനിൽ ഡോക്ടർ വൈശാലി എത്തുകയാണ്. ഡോക്ടർ വൈശാലിയുടെ വിഷയം സ്വാമി വിവേകാനന്ദ ലിറ്റിൽ ട്രൂത്ത് ഇൻ റിലേഷൻ ടു ഹോമിയോപ്പതിക് ഫിലോസഫി എന്നാണ്. അതൊരു വലിയ സബ്ജക്റ്റ് ആയിരിക്കും, കാരണം വളരെ ചിന്തിക്കാവുന്ന കുറേ കാര്യങ്ങളായിരിക്കും നാളത്തെ ഇംഗ്ലീഷ് സെഷനിൽ വരുന്നത്. മലയാള സെഷനിൽ തീരുമാനമായിട്ടില്ല, അത് നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.